good evening മക്കളെ. So welcome back to our biology classes. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ we are now going through morphology of flowering plants, right? So നമ്മൾ ബയോളജി എന്ന് പറയുന്ന ബയോളജിക്കൽ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്ന ചാപ്റ്റർ കംപ്ലീറ്റ് ചെയ്ത് നമ്മൾ ഓരോരോ പാർട്ട് ഓഫ് ദി ബയോളജിയിലോട്ട് എൻ്റർ ചെയ്തിട്ടുണ്ടായിരുന്നു. ലൈക്ക് വി ഹാവ് ലേൺഡ് അബൌട്ട് ദ പ്ലാന്റ് കിങ്ഡം, വി ഹാവ് ലേൺഡ് അബൌട്ട് ദ ആനിമൽ കിങ്ഡം, റൈറ്റ്? സോ നമ്മളിപ്പോൾ ഉള്ളത് മോർഫോളജി ഓഫ് ഫ്ലവറിംഗ് പ്ലാന്റ്സ് എന്നുള്ളതിലാണ്. ആൻഡ് വി ഹാവ് കംപ്ലീറ്റഡ് അപ് ടു ദ ആൻഡ്രീഷ്യം, റൈറ്റ്? എത്ര പേര് ഇതുവരെ എടുത്തത് വരെ കറക്റ്റ് എൻ്റെ കൂടെ ഫോളോ അപ്പ് ചെയ്യുന്നുണ്ട്? ആൻഡ് ഐ ഹോപ്പ് ദാറ്റ് ഓൾ യു ഹാവ് ഡൺ വെൽ. ഓക്കെ, എല്ലാവരും ഞാൻ എപ്പോഴും പറയാറുണ്ട്, അടുത്ത ക്ലാസ്സിൽ വരുമ്പോൾ അതിൻ്റെ പ്രീവിയസ് ക്ലാസ്സസും കംപ്ലീറ്റ്ലി കണ്ട് പഠിച്ചിട്ട് വേണം ഇരിക്കാൻ. Then only you will get a kind of inspiration for going to the next part. നമുക്ക് അടുത്തത് പഠിക്കണം, അതിലൊരു ഇൻട്രസ്റ്റ് തോന്നണമെന്നുണ്ടെങ്കിൽ തൊട്ട് മുന്നേ ഉള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടാവണം, റൈറ്റ്? സോ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് മക്കളെ ആൻഡ്രീഷ്യത്തിനെ പറ്റിയിട്ട് കംപ്ലീറ്റ് ചെയ്തു. ആൻഡ് വി ഹാവ് ഗോയിങ് ത്രൂ ഗൈനീഷ്യം. ഗൈനീഷ്യം എന്ന് പറയുന്ന പാർട്ടിനെ പറ്റിയിട്ടാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. ഓക്കെ, ആൻഡ് ഈ ഒരു ചാപ്റ്ററിൻ്റെ മെയിൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സംഭവം എന്ന് വെച്ചാൽ എക്സാമ്പിൾസ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്, ഡയഗ്രാംസ് ആർ വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, കുറേ എക്സാമ്പിൾസ് നമുക്ക് പഠിക്കാനുണ്ട് ആൻഡ് കുറേ കൈൻഡ് ഓഫ് വെറൈറ്റീസ് ഓഫ് എക്സാമ്പിൾസ് പഠിക്കാനുണ്ട്. ഒരേ നെയിംസിലാണ്. ഇപ്പോൾ ചൈന റോസ് ഒരുപാട് സ്ഥലങ്ങളിൽ പഠിക്കുന്നുണ്ട്. ഡിഫറെൻറ്റ് കാരയിൽ നമ്മൾ ചൈന റോസ് എന്ന് പറയുന്ന ഒരു എക്സാമ്പിൾ പഠിക്കുന്നുണ്ട്. ഓക്കെ, സോ അതുകൊണ്ട് മാറിപ്പോവാണ്ട് നിങ്ങൾ കറക്റ്റായിട്ട് അത് ഈച്ച് ആൻഡ് എവറി ലൈൻ യു ഹാവ് ടു ഫോളോ ത്രൂ ദി NCERT. ക്ലിയർ അല്ലേ മക്കളെ? എല്ലാവരും ഞാൻ പറഞ്ഞതുപോലെ നിങ്ങൾ ഒരു ടാബുലാർ കോളംസ് ഒക്കെ എവിടെയെങ്കിലുമൊക്കെ പേസ്റ്റ് ചെയ്ത് വെക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എക്സാമ്പിൾസിൻ്റെ. എല്ലാവരും ചെയ്തിട്ടില്ലേ അത്? ഓക്കെ, ചെയ്യാത്തവരൊക്കെ അടുത്ത ക്ലാസ്സിലൊക്കെ വരുന്നതിൻ്റെ മുന്നേ അതൊക്കെ റെഡിയാക്കുക. ഓക്കെ, അങ്ങനെ ആകുമ്പോൾ നിങ്ങൾക്ക് സ്റ്റഡി ടേബിളിൻ്റെ ഫ്രണ്ടിൽ നിങ്ങളിത് പഠിക്കാനിരിക്കുമ്പോൾ വെൻ ഐ എം ഗെറ്റിംഗ് ത്രൂ ദ റിവിഷൻ പ്രോസസ് യു മേ ഗെറ്റ് റീകോൾ ദാറ്റ്. ഓക്കെ, സോ ലെറ്റ്സ് മൂവ് ടു ടുഡേയ്സ് ക്ലാസ്, ദാറ്റ് ഈസ് അബൌട്ട് ഗൈനീഷ്യം. എന്താണ് മക്കളെ ഗൈനീഷ്യം എന്ന് പറയുന്നത്? നമ്മൾ 4 ഓർഗൻസിനെ പറ്റിയിട്ട് പഠിച്ചിട്ടുണ്ടായിരുന്നു. ഏതൊക്കെയായിരുന്നു? കാലിക്സ്, കൊറോല, ആൻഡ്രീഷ്യം ആൻഡ് ഗൈനീഷ്യം, റൈറ്റ്? ഇതിൽ 2 ടൈപ്പ് ഓഫ് ഓർഗൻസ് ഉണ്ട്. ഒരു ടൈപ്പ് എന്ന് പറയുന്നത് ആക്സസറി ഓർഗൻസ് ആണ്. മറ്റൊരു ടൈപ്പ് എന്ന് പറയുന്നത് എന്തായിരുന്നു? ദാറ്റ് ഈസ് റീപ്രൊഡക്റ്റീവ് ഓർഗൻസ്. ഈ ആക്സസറി ഓർഗൻസിൻ്റെ എക്സാമ്പിൾ ആയിരുന്നു മക്കളെ കാലിക്സും കൊറോളയും. ആൻഡ് ദാറ്റ് വി ഹാവ് കംപ്ലീറ്റഡ് ആൻഡ് വി ഹാവ് ലേൺഡ് അബൌട്ട് എവറിത്തിങ്. ഓക്കെ, അതിനെ പറ്റിയിട്ടുള്ള മിക്ക കാര്യങ്ങളും നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതിൻ്റെ വോൾസ് എങ്ങനെയാണ് വരിക, ഇഫ് ഇറ്റ് ഈസ് നോട്ട് ഡിസ്റ്റിങ്ക്റ്റ്, നമുക്കതിനെ തിരിച്ചറിയാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ കാലിക്സ് ഏതാണ് കൊറോള ഏതാണെന്ന് നമുക്ക് ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് പെരിയാന്ത് എന്നാണ് അതിനെ വിളിക്കുക എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ അബൌട്ട് ആക്സസറി ഓർഗൻസ് നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് അവിടെ വെച്ചിട്ടുണ്ട്. ഓക്കെ, നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് അബൌട്ട് റീപ്രൊഡക്റ്റീവ് ഓർഗൻ. ഓക്കെ, റീപ്രൊഡക്റ്റീവ് ഓർഗൻസ് ആയിരുന്നു ആൻഡ്രീഷ്യവും ഗൈനീഷ്യവും. ഓർക്കുന്നില്ലേ മക്കള്? സോ ആൻഡ്രീഷ്യം എന്ന് പറയുന്നത് ആരുടെ റീപ്രൊഡക്റ്റീവ് പാർട്ടായിരുന്നു മക്കളെ? സി, ആൻഡ്രീഷ്യം ആൻഡ് ഗൈനീഷ്യം ആർ ദ റീപ്രൊഡക്റ്റീവ് പാർട്ട് ഓഫ് ദി ഫ്ലവർ. ഇതിൽ ആൻഡ്രീഷ്യമാണ് മെയിൽ റീപ്രൊഡക്റ്റീവ് പാർട്ട്, ഗൈനീഷ്യമാണ് ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് പാർട്ട്. ഓർക്കുന്നില്ലേ? ഓർക്കുന്നില്ലേ മക്കളെ? ഡൗട്ടൊന്നും ഇല്ലല്ലോ. സോ വി ഹാവ് ഗോയിങ് ടു ലേൺ അബൌട്ട് ദ ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് പാർട്ട് ഓഫ് ദി ഫ്ലവർ ആൻഡ് ദാറ്റ് ഈസ് നോൺ ആസ് ഗൈനീഷ്യം. ക്ലിയർ ആണോ? ഓക്കെ ആണല്ലോ? പല കുട്ടികൾക്കും തെറ്റിപ്പോകുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതിൽ ഏതാണ് മെയിൽ പാർട്ട് ഏതാണ് ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് പാർട്ട് എന്നുള്ളത് കൺഫ്യൂസ്ഡ് ആയിപ്പോവും. ആൻഡ്രീഷ്യമാണോ ഗൈനീഷ്യമാണോ അല്ലെങ്കിൽ സ്റ്റേമനാണോ കാർപ്പലാണോ എന്നുള്ളതൊക്കെ ഡൗട്ടായിട്ട് പോകും. സോ ഞാൻ എപ്പോഴും മക്കളെടുത്ത് പറയുന്നുണ്ട് AS ഓർത്ത് വയ്ക്കുക. ദാറ്റ് ഈസ് എന്താണ്? കണ്ടോ, AS. ഇത് നിങ്ങളിങ്ങനെ തന്നെ ഓർത്ത് വയ്ക്കുക. AS എന്ന് വെച്ചാൽ ആൻഡ്രീഷ്യം സ്റ്റേമൻ. അതങ്ങനെ തന്നെ ഓർത്ത് വയ്ക്കുക. ക്ലിയർ ആണോ? അങ്ങനെയാണെങ്കിൽ ഇതെന്തായിരിക്കും? GCC കൺട്രി എന്നൊക്കെ കേട്ടിട്ടില്ലേ? GCC കൺട്രീസ് അറിയില്ല, അത് നമ്മളെപ്പോഴും കേൾക്കുന്ന കാര്യം. അങ്ങനെയൊക്കെ റിലേറ്റ് ചെയ്തിട്ട് പഠിക്കുക. നിങ്ങൾ ഏതെങ്കിലും ഒന്ന് പഠിച്ചാൽ മതി. നിങ്ങൾക്ക് AS ആണ് നിങ്ങളുടെ മൈൻഡിൽ നിൽക്കുന്നതെന്നുണ്ടെങ്കിൽ അത് പഠിക്കുക. ഓർ യു ക്യാൻ ലേൺ GC. ഓക്കെ, GCC കൺട്രീസ് എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ നിങ്ങൾക്കൊന്നും കൂടി ഈസി ആയിരിക്കും പഠിക്കാൻ. GC എന്ന് ഓർത്ത് വയ്ക്കുക. എന്ന് വെച്ചാൽ ഗൈനീഷ്യം കാർപ്പൽ. ക്ലിയർ ആണോ മക്കളെ? ഓക്കെ അല്ലേ? സോ ഗൈനീഷ്യം എന്ന് പറയുന്നത് it is the female reproductive part. It is the female reproductive part of the flower and it is made up of what? It is made up of one or more carpels. So carpels ന്റെ കുറേ യൂണിറ്റ്സുകൾ അടങ്ങിയതാണ് മക്കളെ ഗൈനീഷ്യം എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? ആൻഡ്രീഷ്യം എന്ന് പറയുന്നത് സ്റ്റേമന്റെ യൂണിറ്റ്സുകൾ അടങ്ങിയിട്ടുള്ളതായിരുന്നു ആൻഡ്രീഷ്യം. It is the male reproductive part, that is AS. ക്ലിയർ ആണോ? AS. And gynecium എന്ന് പറയുന്നത് it is the female reproductive part consist of one or more
carpels, one or more carpels. Very, very important. Okay, ഏത് പാർട്ടാണ് മക്കളെ? That is the female reproductive part and it is consist of one or more carpels. Clear ആണല്ലോ? ഇനി ഈ കാർപ്പലിൻ്റെ സ്ട്രക്ചർ ആണ് അടുത്ത നമ്മൾ പറയാൻ പോകുന്നത്. തൊട്ട് മേലെ നമ്മൾ സ്റ്റേമൻ പഠിച്ച സമയത്ത് നമ്മളതിൻ്റെ ഫിലമെൻ്റ് ഉണ്ട്, സ്റ്റാക്ക് ഓർ ഫിലമെൻ്റ് ഉണ്ടാകും, അതുപോലെ തന്നെ ഒരു ആന്തർ ഉണ്ടാകും. ആ ആന്തർ എന്ന് പറയുന്നത് ഏത് കൈൻഡ് ഓഫ് ആന്തർ ആയിരുന്നു? ബൈലോബ്ഡ് ആന്തർ ആയിരുന്നു. അതിൽ ഓരോ ലോബിലും 2 ചേമ്പേഴ്സ് വീതം ഉണ്ടായിരുന്നു എന്നൊക്കെ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട് ഇൻ കേസ് ഓഫ് ആൻഡ്രീഷ്യം സ്റ്റേമൻ, റൈറ്റ്. എന്നാൽ ഇവിടെ കാർപ്പലിൻ്റെ കാര്യവും നമുക്കതുപോലെ അതിൻ്റെ സ്ട്രക്ചർ പഠിക്കാനുണ്ട് മക്കളെ. ഓക്കെ, ദാറ്റ് ഈസ് ഹിയർ സ്റ്റേയിങ് എ കാർപ്പൽ കൺസിസ്റ്റ് ഓഫ് 3 parts. കാർപ്പലിന് എത്ര പാർട്സ് ഉണ്ട്? 3 parts ആണുള്ളത്. ഏതൊക്കെയാണ് മക്കളെ? കാർപ്പൽ കൺസിസ്റ്റ് ഓഫ് 3 parts and that is namely stigma, style, ovary. ഏതൊക്കെ പാർട്ടുകളായിരുന്നു? സ്റ്റിഗ്മ, സ്റ്റൈൽ, ഓവറി. കാർപ്പലിന് എത്ര പാർട്സ് ഉണ്ട് എന്നാ പറഞ്ഞേ? സ്റ്റിഗ്മ, സ്റ്റൈൽ, ഓവറി. ഇങ്ങനെ 3 പാർട്ടാണ് മക്കളെ കാർപ്പലിനുള്ളത്. മാറിപ്പോവരുത്. സ്റ്റേമനാണോ കാർപ്പലിനാണോ ഇങ്ങനെ ഇതിൽ ഓവറി ഉള്ളത്, അല്ലെങ്കിൽ ഈ പറയുന്ന സ്റ്റിഗ്മ, സ്റ്റൈൽ, ഓവറി എന്ന് പറയുന്നത് സ്റ്റേമൻ്റെതാണോ കാർപ്പലിൻ്റെതാണോ എന്ന് ഓർത്ത് വെക്കണം. ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഇത്ര മാത്രം ഓർത്ത് വയ്ക്കുക. ആൻഡ്രീഷ്യം മെയിലിൻ്റെതാണ്, ആൻഡ്രീഷ്യം AS ആണ്, ദാറ്റ് ഈസ് സ്റ്റേമൻ. സോ സ്റ്റേമൻ അവിടെ ഉള്ളത് സ്റ്റാക്കും ആന്തറും മാത്രമാണ്. ക്ലിയർ ആണല്ലോ? എന്നാൽ നമ്മൾ ഗൈനീഷ്യത്തിലോട്ട് വരുന്ന സമയത്ത് ഇറ്റ് ഈസ് അബൌട്ട് ഫീമെയിൽ ആൻഡ് ഇറ്റ് കൺസിസ്റ്റ് ഓഫ് വാട്ട്? കാർപ്പൽസ്. ഓക്കെ, ഈ കാർപ്പൽസിനാണ് മക്കളെ എന്തുള്ളത്? 3 parts ഉള്ളത്. ഈ കാർപ്പലിന് 3 parts എന്ന് പറയുമ്പം സ്റ്റിഗ്മ, സ്റ്റൈൽ, ഓവറി. ഇത്രയും കാര്യങ്ങൾ ഓക്കെ അല്ലേ? ഇതിൽ യാതൊരു വിധ കൺഫ്യൂഷനും ഒരാൾക്കും പാടില്ല. ക്ലിയർ ആണോ മക്കളെ? ഓക്കെ ആണോ? ഇനി നമ്മൾ പറഞ്ഞു 3 parts ഉണ്ട്. ദ ഫസ്റ്റ് പാർട്ട് എന്ന് പറയുന്നത് ദാറ്റ് ഈസ് സ്റ്റിഗ്മ. എന്താണ് മക്കളെ? സ്റ്റിഗ്മ. സെക്കൻഡ് പാർട്ട് എന്ന് പറയുന്നത് സ്റ്റൈൽ ആൻഡ് ദ തേർഡ് പാർട്ട് എന്ന് പറയുന്നത് ഓവറി. ഇവിടെ നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ ഓവറിനെ പറ്റിയിട്ട് ഒന്നും കൂടെ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കണം. അതിൻ്റെ ക്ലാസിഫിക്കേഷൻ വൈസ് പഠിക്കാനുണ്ട്. ഓക്കെ, സോ സ്റ്റിഗ്മ, സ്റ്റൈൽ, ഓവറി ഇത് ഓർത്ത് വയ്ക്കുക. ഈ ഒരു ഓർഡറിൽ തന്നെ ഓർത്ത് വയ്ക്കുക. ആൻഡ് ഹിയർ നമ്മൾ പഠിക്കുന്നത് ഫസ്റ്റ് ഓവറിനെ പറ്റിയിട്ടാണ്. മക്കളെ, ഓവറി എന്ന് പറയുന്നത് ഇറ്റ് വിൽ ബി ദ എൻലാർജ്ഡ് പാർട്ട് ഓഫ് ദാറ്റ് കാർപ്പൽ. ആ കാർപ്പലിൻ്റെ എൻലാർജ്ഡ് ബേസൽ പാർട്ടിനെയാണ് മക്കളെ എന്ത് വിളിക്കുന്നത്? ഓവറി എന്ന് വിളിക്കുന്നത്. ഇറ്റ് ഈസ് ദ എൻലാർജ്ഡ് ബേസൽ പാർട്ട് ഓൺ വിച്ച് ലൈസ് ദ ഇലോങ്ങേറ്റഡ് ട്യൂബ് സ്റ്റൈൽ. അതായത് നിങ്ങൾ ഇങ്ങനെ ഓർത്ത് വയ്ക്കുക. ഞാൻ എപ്പോഴും മക്കളുടെ അടുത്ത് പറയാറുണ്ട്, ബയോളജി എന്ന് പറയുന്ന സബ്ജക്റ്റ് പഠിക്കുമ്പം മാക്സിമം നിങ്ങൾ നിങ്ങളുടെ ഡെയിലി ലൈഫിൻ്റെ ബേസിസിൽ അതുമായിട്ട് കമ്പയർ ചെയ്തിട്ട് പഠിക്കാൻ ശ്രമിക്കുക. ഡയഗ്രാംസ് വരച്ച് പഠിക്കുക. അത് വെച്ചിട്ട് നിങ്ങൾ ഓരോ എക്സാമ്പിൾസ് വെച്ചിട്ട് നിങ്ങൾ പഠിക്കുക. ഓക്കെ, നിങ്ങൾ ഇപ്പോൾ നിങ്ങൾക്ക് ഫ്ലവേഴ്സിനെ പറ്റിയിട്ട് പഠിക്കാനുണ്ടാകും, അതുപോലെ തന്നെ ഫാമിലീസ്, ഗ്രൂപ്പ് ഓഫ് ഫാമിലീസിനെ പറ്റിയിട്ട് പഠിക്കാനുള്ള സമയത്ത് നിങ്ങളൊരു എക്സാമ്പിൾ എടുക്കുക. പൊട്ടാറ്റോ, ടൊമാറ്റോ, ഇങ്ങനെ എക്സാമ്പിൾ എടുക്കുക. ഈ പറയുന്ന പൊട്ടാറ്റോ അല്ലെങ്കിൽ ഈ പൊട്ടാറ്റോ എന്ന് പറയുന്നത് സൊളനേസിയെ ഫാമിലിയിലാണ്. സോ പൊട്ടാറ്റോനെ പറ്റി ചിന്തിക്കുമ്പം നിങ്ങൾക്ക് എന്തൊക്കെയാണോ അത് വെച്ചിട്ട് നിങ്ങൾക്ക് എന്തൊക്കെ കാര്യങ്ങളാണോ റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റുന്നത് അത് നിങ്ങൾ മനസ്സിലാക്കിയിട്ട് വേണം ഫാമിലീസ് പഠിക്കാൻ. വാട്ട് എവർ ഇറ്റ് മേ ബി, ഈ ഒരു ചാപ്റ്ററിൻ്റെ മൊത്തത്തിലുള്ള ഒരു ഇമ്പോർട്ടൻസ് ആണ് ഞാൻ പറയുന്നത്. ഏതെങ്കിലും ഒരു എക്സാമ്പിൾ പഠിക്കുക. ആ എക്സാമ്പിളിൻ്റെ ബേസിസിൽ നിങ്ങൾക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ റിവൈൻഡ് ചെയ്യാൻ പറ്റണം. ക്ലിയർ ആണോ മക്കളെ? ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ? സോ നമ്മൾക്ക് എന്ത് ചെയ്യാം? കാർപ്പൽ എങ്ങനെയാണെന്ന് നോക്കാം. എന്താണ് മക്കളെ കാർപ്പൽ? ആദ്യത്തെ ആൾ ഞാൻ പറഞ്ഞത് ദാറ്റ് ഈസ് ഓവറി. ഇറ്റ് ഈസ് ദ ബേസൽ എൻലാർജ്ഡ് പാർട്ട്. കാണുന്നില്ലേ മക്കളെ? ദിസ് ഈസ് ദ ബേസൽ എൻലാർജ്ഡ് പാർട്ട്. ഇവിടെ നിന്നാണ് നമുക്ക് ഇലോങ്ങേറ്റഡ് ട്യൂബ് കാണുന്നത്. ക്ലിയർ ആണോ? നമുക്ക് നമ്മളുടെ ഇലോങ്ങേറ്റഡ് ട്യൂബ് കാണുന്നത് അവിടെ നിന്നാണ്. ആൻഡ് ഇറ്റ് ഈസ് നോൺ ആസ് സ്റ്റൈൽ. ഇറ്റ് ഈസ് നോൺ ആസ് സ്റ്റൈൽ. ഞാൻ പറഞ്ഞു സ്റ്റിഗ്മ, സ്റ്റൈൽ, ഓവറി. നമ്മൾ ഓവറിയിൽ നിന്നാണ് പഠനം സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓവറി ഈസ് ദ ബേസൽ എൻലാർജ്ഡ് പോർഷൻ ഓഫ് ദി കാർപ്പൽ. ഓക്കെ, അവിടെ നിന്നും ഇലോങ്ങേറ്റഡ് ആയിട്ടാണ്. സി, ദിസ് ഇസ് ദ ഓവറി, ദിസ് ഇസ് ദ സ്റ്റൈൽ. ഇങ്ങനെ ഇലോങ്ങേറ്റഡ് ആയിട്ട് അതിൻ്റെ മേലിൽ നിന്നും ഇലോങ്ങേറ്റഡ് ആയിട്ടുള്ള ഈ പോർഷനെ വിളിക്കുന്ന പേരാണ് ദാറ്റ് ഈസ് സ്റ്റൈൽ എന്ന് പറയും. എന്താണ് മക്കളെ? സ്റ്റൈൽ. ക്ലിയർ ആണല്ലോ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ സ്റ്റൈലും അതുപോലെ തന്നെ ഓവറിയും തമ്മിലുള്ളൊരു കണക്ഷൻ ഇല്ലേ? സി, ദ സ്റ്റൈൽ കണക്ട്സ് ദ ഓവറി. സ്റ്റൈൽ ഓവറിനെ എങ്ങോട്ടാണ് കണക്ട് ചെയ്യുന്നത്? ദാറ്റ് ഈസ് ടു സ്റ്റിഗ്മ. ഇപ്പോൾ ഈ പറയുന്ന ഓവറി, ഇത് സ്റ്റൈല്, അതിൻ്റെ മേലെയാണ് സ്റ്റിഗ്മ ഉണ്ടാവുക. ഓവറിക്ക് എങ്ങനെ സ്റ്റിഗ്മയുമായിട്ടൊരു കണക്ഷൻ വരുന്നത്? ഇറ്റ് ഈസ് ബിക്കോസ് ഓഫ് ദിസ് മീഡിയേറ്റർ. ഇവിടെ മീഡിയേറ്റർ എന്ന് പറയുന്ന ആക്ട് ചെയ്യുന്നത് ആരാണ്? സ്റ്റൈലാണ്. ഈ സ്റ്റൈലിനെ ഞാൻ ഇവിടെ നിന്ന് എടുത്തൊഴിവാക്കിയാൽ ഇതാണ് സ്റ്റിഗ്മ. സി, ദിസ് ഇസ് ദ സ്റ്റിഗ്മ, ദിസ് ഇസ് ദ ഓവറി. ഇവർ തമ്മിലൊരു കണക്ഷൻ ഇല്ല ഇവിടെ. ഓക്കെ, ഇവർ തമ്മിലൊരു കണക്ഷൻ വരുന്നതിൻ്റെ റീസൺ എന്ന് പറയുന്നത് ഈ മീഡിയേറ്റർ ആണ്. ആൻഡ് ദാറ്റ് ഇസ് ദ സ്റ്റൈൽ. സോ
അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം, സ്റ്റൈൽ എന്താ ചെയ്യുന്നത്, സ്റ്റൈലിൻ്റെ ഫംഗ്ഷൻ എന്താണ്, ഓവറിയും സ്റ്റിഗ്മയും തമ്മിലുള്ള കണക്ഷനാണ്. ഓക്കെ, ഇറ്റ് ഈസ് ദ കണക്ടർ ബിറ്റ്വീൻ വാട്ട്, ബിറ്റ്വീൻ ദ ഓവറി ആൻഡ് ദ സ്റ്റിഗ്മ. ക്ലിയർ ആയോ മക്കളെ? ഓക്കെ ആണല്ലോ, കൺഫ്യൂഷൻ ഉണ്ടാവാൻ പാടില്ല. സോ ദ സ്റ്റൈൽ കണക്ട്സ് ദ ഓവറി ടു ദ സ്റ്റിഗ്മ. സ്റ്റൈലാണ് ഓവറിനെ സ്റ്റിഗ്മയുമായിട്ട് കണക്ട് ചെയ്യുന്നത്. ക്ലിയർ ആയല്ലോ? ഓക്കെ അല്ലേ? ആൻഡ് ദ സ്റ്റിഗ്മ ഈസ് യൂഷ്വലി അറ്റ് ദ ടിപ്പ് ഓഫ് ദി സ്റ്റൈൽ. അപ്പോൾ സ്റ്റിഗ്മ എവിടെ ഉണ്ടാവുക, അതിന് പഠിക്കേണ്ട ആവശ്യമുണ്ടോ? നിങ്ങൾക്ക് ഇപ്പോൾ കത്തിയിട്ടുണ്ടാവുമല്ലോ മക്കളെ. സോ ഓവറി, സ്റ്റൈൽ, സ്റ്റിഗ്മ. സോ സ്റ്റിഗ്മ എവിടെ കാണുന്നത്, നമ്മുടെ സ്റ്റൈലിൻ്റെ ടിപ്പിലായിരിക്കും സ്റ്റിഗ്മ കാണുക. ക്ലിയർ ആയോ? സോ എവിടെ മക്കളെ സ്റ്റിഗ്മ കാണുന്നത്? ദ സ്റ്റിഗ്മ ഈസ് യൂഷ്വലി അറ്റ് ദ ടിപ്പ്. ദ സ്റ്റിഗ്മ ഈസ് യൂഷ്വലി അറ്റ് ദ ടിപ്പ് ഓഫ് ദി സ്റ്റൈൽ ആൻഡ് ഇസ് ദ റിസെപ്റ്റീവ് സർഫസ് ഫോർ പൊള്ളൻ ഗ്രെയിൻസ്. സ്റ്റിഗ്മ എന്ന് പറയുന്നത് സ്റ്റൈലിൻ്റെ ടിപ്പിലാണ്, സ്റ്റൈലിൻ്റെ അറ്റത്താണ് നമ്മളുടെ സ്റ്റിഗ്മ വരുന്നത്. ആൻഡ് ഈ സ്റ്റിഗ്മയാണ് ആക്ച്വലി നമ്മളുടെ റിസെപ്റ്റീവ് സർഫസ് എന്ന് പറയുന്നത്. ആർക്ക്? പൊള്ളൻ ഗ്രെയിൻസിന്. എന്തിനു വേണ്ടിയിട്ടാണ് പൊള്ളൻ ഗ്രെയിൻസ്? എന്തിനു വേണ്ടിയിട്ടാണ് മക്കളെ പൊള്ളൻ ഗ്രെയിൻസ്? പൊള്ളൻ ഗ്രെയിൻസ് വന്നാലല്ലേ നമുക്ക് അവിടെ നടക്കേണ്ട പ്രോസസ്സുകളൊക്കെ നടക്കുകയുള്ളൂ. ക്ലിയർ അല്ലേ? ഇൻസെക്ട്സ് വഴിയും അല്ല എയർ ത്രൂ, വാട്ടർ ത്രൂ ഒക്കെ പൊള്ളൻ ഗ്രെയിൻസ് വരണം. ഓക്കെ, എന്നാലേ അവിടെ പ്രോസസ്സിങ് നടക്കുകയുള്ളൂ. അങ്ങനെ പ്രോസസ്സിങ് നടക്കാൻ പൊള്ളൻ ഗ്രെയിൻസ് വരണം. പൊള്ളൻ ഗ്രെയിൻസ് ചുമ്മാ ഇതിൻ്റെ എവിടെയെങ്കിലും ഇങ്ങോട്ട് വീശിപ്പോയാൽ നമുക്ക് നമ്മളുടെ ഈ ഫ്ലവേഴ്സിൻ്റെ റിപ്രൊഡക്റ്റീവ് പ്രോസസ്സ് നടക്കുമോ? ഇല്ല. സോ ഇങ്ങനെ പൊള്ളൻ ഗ്രെയിൻസ് അതിൻ്റെ കറക്റ്റ് റിസെപ്റ്റീവ് സർഫസിലോട്ട് തന്നെ വരണം. ആ റിസെപ്റ്റീവ് സർഫസ് ഏതാണ് മക്കളെ? ദാറ്റ് ഈസ് സ്റ്റിഗ്മ. ക്ലിയർ ആയോ? ക്ലിയർ ആണല്ലോ മക്കളെ? സോ വീണ്ടും പറയുവാണ്, ഓവറി, then style, stigma, and that stigma is the receptive surface for the pollen grains. Pollen grains in the receptive surface ഏതാണ്? That is stigma. Clear ആയല്ലോ? And each ovary bears one or more ovules attached to a flattened cushion-like placenta. ഓരോ ഓവറിയിലും മേ ബി വൺ, ഒരു ഒവ്യൂൾ ആവാം, അല്ലെങ്കിൽ അതിൽ കൂടുതൽ ഒവ്യൂൾസ് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, കാണപ്പെടാം. ഓക്കെ, ഈ ഒവ്യൂൾസ് ആരുമായിട്ടായിരിക്കും അറ്റാച്ച് ചെയ്തിട്ടുണ്ടാവുക? ഒരു ഫ്ലാറ്റൻഡ് ബോഡി, ഒരു ക്യുഷൻ ലൈക്ക് ഫ്ലാറ്റൻഡ് ബോഡിയുമായിട്ട് അറ്റാച്ച് ചെയ്തിട്ടുണ്ടാകും. ആ ക്യുഷൻ ലൈക്ക് ഫ്ലാറ്റൻഡ് ബോഡീനെ വിളിക്കുന്ന പേരാണ് മക്കളെ പ്ലാസെൻറ്റ. ക്ലിയർ ആയോ? നമ്മൾ 3 പുതിയ നെയിംസ് ഇവിടെ പഠിച്ചു. എന്താണ് പ്ലാസെൻറ്റ? പ്ലാസെൻറ്റ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ ക്യുഷൻ ലൈക്ക് ഫ്ലാറ്റൻഡ് ബോഡി. ക്യുഷൻ ലൈക്ക് ഫ്ലാറ്റൻഡ് ബോഡിയാണ് പ്ലാസെൻറ്റ എന്ന് പറയുന്നത്. എന്തിനാണ് ഈ പ്ലാസെൻറ്റ? പ്ലാസെൻറ്റ ആരുമായിട്ടാണ് അറ്റാച്ച് ചെയ്തിട്ടുള്ളത്? ഓവ്യൂളുമായിട്ടാണ് അറ്റാച്ച് ചെയ്തിട്ടുള്ളത്. സോ ഓവ്യൂൾ എവിടെയാണ് കിടക്കുന്നത്? ഓവറിക്കകത്താണ് കിടക്കുന്നത്. ഓവറി എന്ന് പറയുന്നതാണ് നമ്മുടെ ബേസൽ എൻലാർജ്ഡ് പാർട്ട്. ഈ പറയുന്ന ഓവറിക്കകത്തുള്ള ഓവ്യൂൾ ആരുമായിട്ട് അറ്റാച്ച്ഡ് ആണ് മക്കളെ? പ്ലാസെൻറ്റയുമായിട്ട് അറ്റാച്ച്ഡ് ആണ്. ഈ പ്ലാസെൻറ്റയുടെ പ്രത്യേകത എന്താ? ഇറ്റ് ഈസ് എ ക്യുഷൻ ലൈക്ക് ഫ്ലാറ്റൻഡ് ബോഡി. ഓക്കെ, ക്ലിയർ ആയോ? ഇത്രയും കാര്യങ്ങൾ ഓക്കെ ആണല്ലോ? സോ ഇവിടെ പറയുന്നുണ്ട്, ഓരോ ഓവറിയിലും ഇറ്റ് മേ ബി വൺ ഓർ മോർ ദാൻ വൺ ഒവ്യൂൾ. ഓരോ ഓവറിയിലും ഒന്നോ അതിൽ കൂടുതൽ ഒവ്യൂൾസോ ഉണ്ടാവാം. ക്ലിയർ ആയോ? സോ ഇറ്റ് ഈസ് അറ്റാച്ച്ഡ് ടു ഫ്ലാറ്റൻഡ് ക്യുഷൻ ലൈക്ക് പ്ലാസെൻറ്റ. ഓക്കെ, വെൻ മോർ ദാൻ വൺ കാർപ്പൽ ഈസ് പ്രസൻറ്റ്, if more than one carpel present ആണെന്നുണ്ടെങ്കിൽ അത് ഫ്രീ ആയിട്ട് നിൽക്കാം, അല്ലെങ്കിൽ അത് ഫ്യൂസ്ഡ് ആയിട്ട് നിൽക്കാം. ഓക്കെ, ഇതുപോലെ തന്നെ ഫ്രീ ആയിട്ടും ഫ്യൂസ്ഡ് ആയിട്ടും നിൽക്കുന്ന, അല്ലെങ്കിൽ യുണൈറ്റഡ് ആയിട്ടും ഫ്രീ ആയിട്ടും നിൽക്കുന്ന പെറ്റൽസിൻ്റെ കേസ്, സെപ്പൽസിൻ്റെ കേസൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഗ്യാമോ പെറ്റാലസ്, ഗ്യാമോ സെപ്പാലസ്, പോളി പെറ്റാലസ്, പോളി സെപ്പാലസ്. അതുപോലെ തന്നെ പെരിയാന്തിൻ്റെ കേസ് വരുമ്പം എപ്പിഫില്ലസ് എന്നൊക്കെ നമ്മൾ പറഞ്ഞത് ഓർക്കുന്നില്ലേ മക്കള്? മറന്നുപോയോ? ക്ലിയർ ആണല്ലോ? സോ അതുപോലെ തന്നെ ഇവിടെ കാർപ്പിൾസിൻ്റെ കേസ് വരുമ്പം ഇപ്പോൾ മോർ ദാൻ വൺ കാർപ്പിളാണ് പ്രസൻറ്റ് എന്നുണ്ടെങ്കിൽ അത് മേ ബി ഫ്രീ ആയിട്ട് നിൽക്കാം. എന്തുകൊണ്ടാണ് മോർ ദാൻ വൺ കാർപ്പിൾ പ്രസൻറ്റ് ആണെങ്കിൽ എന്ന് പറയുന്നത്? സി, ഒരൊറ്റ സിംഗിൾ കാർപ്പിളാണ് എന്നുണ്ടെങ്കിൽ ഇയാൾക്ക് പിന്നെ മറ്റേയാളുമായിട്ട് ഫ്യൂസ്ഡ് ആയിട്ട് നിൽക്കുന്നു, ഫ്രീ ആയിട്ട് നിൽക്കുന്നു എന്നിങ്ങനെയൊന്നും പറയേണ്ട ഒരു പെർട്ടിക്കുലറായിട്ട് പറയേണ്ട കാര്യം ഇല്ല. ക്ലിയർ ആണോ? ഓക്കെ അല്ലേ? അങ്ങനെ പെർട്ടിക്കുലർലി പറയേണ്ട ഒരു ആവശ്യം അവിടെ ഇല്ല. രണ്ടുപേരുണ്ടാകുമ്പോഴല്ലേ അവർ യുണൈറ്റഡ് ആണോ, അവർ യുണൈറ്റഡ് അല്ലാണ്ട് ഫ്രീ ആയിട്ടാണോ നിൽക്കുന്നത് എന്നൊക്കെ നമ്മൾ പറയേണ്ടത്. സോ യുണൈറ്റഡ് ആയിട്ട് നിൽക്കുന്ന കേസിന് നമ്മൾ വിളിക്കുന്ന പേരാണ് സിൻകാർപ്പസ്. എന്താണ് മക്കളെ? എന്താണ് യുണൈറ്റഡ് ആയിട്ട് നിൽക്കുന്ന കേസിനെ വിളിക്കുന്ന പേര്? സിൻകാർപ്പസ്. ക്ലിയർ ആണല്ലോ? ക്ലിയർ ആണല്ലോ? ഇനി ഇവർ ഫ്രീ ആയിട്ടാണ് നിൽക്കുന്നത്, യുണൈറ്റഡ് അല്ല. ഓക്കെ, ഫ്രീ ആയിട്ടാണ് ഈ പറയുന്ന കാർപ്പിൾസ് നിൽക്കുന്നതെന്നുണ്ടെങ്കിൽ വി ക്യാൻ സേ ദാറ്റ് അപ്പോകാർപ്പസ്. എന്താണ്? അപ്പോകാർപ്പസ്. ക്ലിയർ? സിൻകാർപ്പസ് ആൻഡ് അപ്പോകാർപ്പസ് രണ്ട് ടേം നമ്മൾ പുതിയതായിട്ട് ഇവിടെ വീണ്ടും പഠിച്ചു. ഓക്കെ, ദീസ് ആർ ദ ന്യൂ ടേംസ് ഫോർ us.
സിങ്കാർപ്പസ് ആൻഡ് എപ്പോകാർപ്പസ്. സിങ്കാർപ്പസ് എന്ന് പറഞ്ഞാൽ സിംഗിൾ യുണൈറ്റഡ് ആയിട്ട് നിൽക്കുകയാണ് ചെയ്യുന്നത്. ഇനി എപ്പോകാർപ്പസ് എന്ന് വെച്ചാൽ ദേ ആർ ഫ്രീ, ദേ ആർ നോട്ട് യുണൈറ്റഡ്. ക്ലിയർ ആണല്ലോ. ഇനി ഇങ്ങനെ എപ്പോകാർപ്പസിന് എക്സാമ്പിൾ ആണ് മക്കളെ ലോട്ടസ് ആൻഡ് റോസ്. ഓക്കെ, വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ് മക്കളെ, ഓർത്ത് വെച്ചോ. See, when more than one carpel is present, they may be free, as in lotus and rose. എപ്പോകാർപ്പസിൻ്റെ എക്സാമ്പിൾ ആണ് ലോട്ടസും റോസും ആൻഡ് ആർ കോൾഡ് എപ്പോകാർപ്പസ്. നമ്മൾ പഠിച്ചു. ഓക്കെ, ഫ്രീ ആയിട്ട് നിൽക്കുന്നവരെ നമ്മൾ എന്താ വിളിക്കുക? എപ്പോകാർപ്പസ് എന്ന് വിളിക്കുന്നു. ഇനി അതല്ല യുണൈറ്റഡ് ആയിട്ട് നിൽക്കുന്നവരെ നമ്മൾ എന്താ വിളിക്കുക? ദാറ്റ് ഈസ് സിങ്കാർപ്പസ്. നമ്മൾ എന്താ മക്കളെ വിളിക്കുക? സിങ്കാർപ്പസ് എന്ന് വിളിക്കും. ഇങ്ങനെ ഫ്രീ ആയിട്ട് നിൽക്കുന്നതിൻ്റെ എക്സാമ്പിൾ ആണ് ലോട്ടസ് ആൻഡ് റോസ് എന്ന് പറയുന്നത്. ക്ലിയർ ആയല്ലോ? ഇത്രയും കാര്യങ്ങൾ ഓക്കെ ആണല്ലോ മക്കളെ? സോ സിങ്കാർപ്പസ് പഠിച്ചു, എപ്പോകാർപ്പസ് എന്താന്ന് പഠിച്ചു. ഇനി എപ്പോകാർപ്പസിൻ്റെ എക്സാമ്പിളും നമ്മൾ പഠിച്ചു, ലോട്ടസ് ആൻഡ് റോസ്. ക്ലിയർ? അങ്ങനെയാണെങ്കിൽ നമ്മൾക്ക് എന്തും കൂടെ പഠിക്കണം? സിങ്കാർപ്പസിൻ്റെ എക്സാമ്പിൾസും കൂടെ പഠിക്കാനുണ്ട്. സിങ്കാർപ്പസിൻ്റെ എക്സാമ്പിൾ ആണ് ദാറ്റ് ഈസ് മസ്റ്റർഡ് ആൻഡ് ടൊമാറ്റോ. എന്തൊക്കെയായിരുന്നു സിങ്കാർപ്പസിൻ്റെ എക്സാമ്പിൾ? മസ്റ്റർഡ് ആൻഡ് ടൊമാറ്റോ. മൊത്തം 4 എക്സാമ്പിൾസ് ആണ് ഇവിടെ പഠിക്കാനുള്ളത്. ഇഫ് ദ കപ്പിൾസ് ആർ ഫ്യൂസ്ഡ്, that is known as syncarpus and the example is mustard and tomato. If the couples are free, these are called epocarpus and the example is lotus and rose. Clear ayo? Okay alle makkale? All right. So let's move to next part, that is ഇങ്ങനെ നമ്മൾ കാർപ്പൽസ് പറഞ്ഞു, ഓവറി പറഞ്ഞു. ഓവറിക്കകത്തുള്ള ഒവ്യൂള് പ്ലാസൻ്റെയുമായിട്ട് അറ്റാച്ച്ഡ് ആണ്. പിന്നെ അവിടെ കാർപ്പൽസ് ഒന്നിലേറെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവിടെ 2 കണ്ടീഷൻസ് ഉണ്ടെന്ന് പറഞ്ഞു. അതിൻ്റെ എക്സാമ്പിൾസും പറഞ്ഞു. ഇങ്ങനെ ഫെർട്ടിലൈസേഷൻ നടക്കും. ഈ ഫെർട്ടിലൈസേഷൻ നടന്നു കഴിഞ്ഞാൽ നമ്മൾക്കൊരു ഫ്രൂട്ട് നമ്മളുടെ കയ്യിൽ കിട്ടുവാണ്. യു ഹാവ് ടു തിങ്ക്, ഓക്കെ, വി ആർ ഗെറ്റിംഗ് എ മാംഗോ ഫ്രം എ ഷോപ്പ് ഓർ വി ആർ ഗെറ്റിംഗ് എ മാംഗോ ഫ്രം ദ ട്രീ. സോ ഈ മാംഗോയിൽ നമുക്ക് കാണുന്നത് ആ ഒരു പൾപ്പ് മാത്രമാണോ? ഒരിക്കലല്ല. അതിൽ സീഡ് ഉണ്ടാവില്ലേ? മാംഗോക്ക് ഒരു സിംഗിൾ സീഡ് ഉണ്ടാവും. ആപ്പിളിൻ്റെ കേസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിലും കുറേ കുഞ്ഞു കുഞ്ഞു സീഡ്സ് ഉണ്ടാവുന്നില്ലേ? ഓക്കെ, മോർ ദാൻ ദറ്റ് പൾപ്പ്. ഓക്കെ, ഐ എം സേയിങ് ദ പാർട്ട് വിച്ച് വി ക്യാൻ ഈറ്റ് അതവിടെ നിൽക്കട്ടെ. അതല്ലാണ്ട് നിങ്ങൾക്ക് ഈ പറയുന്ന ഫ്രൂട്ട്സിലൊക്കെ എന്ത് കാണാൻ പറ്റും? സീഡ്സ് കാണാൻ പറ്റും. എന്താണ് ശരിക്കും ഈ സീഡ്സ്? എങ്ങനെയാണ് സീഡ്സ് ഫോം ചെയ്യുന്നത്? അല്ലെങ്കിൽ എന്താണ് സീഡ്സ് ആയിട്ട് മാറുന്നത്? നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ മക്കളെ? നമ്മൾ ഈ പറഞ്ഞ ഒവ്യൂള് പറഞ്ഞു, ഓവറി പറഞ്ഞു, പ്ലാസൻ്റ എന്ന് പറഞ്ഞു, കാർപ്പൽ പറഞ്ഞു, സ്റ്റേമൻ പറഞ്ഞു, ഇത്രയും കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു. അതുപോലെ ഫ്ലവറിൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ നമ്മൾ കാലിക്സ് പറഞ്ഞു, കൊറോള പറഞ്ഞു. വാട്ട് എവർ ഇറ്റ് മേ ബി, എന്തോ ആയിക്കോട്ടെ, സീഡ് ഉണ്ട്, ഫ്രൂട്ട് ഉണ്ട്. നമ്മൾ കഴിക്കുന്നത് ഒരു ഫ്രൂട്ടാണല്ലോ, ആ ഫ്രൂട്ടിൻ്റെ അകത്ത് സീഡ് ഉണ്ടല്ലോ. ഇവരൊക്കെ എങ്ങനെയാണ് ഫോം ചെയ്യുന്നത്? ആക്ച്വലി ബഡ് സ്റ്റേജ് എന്ന് പറയുന്ന സ്റ്റേജ് ഫോം ചെയ്ത് കഴിഞ്ഞിട്ടാണ് നമുക്ക് ഫ്രൂട്ട്സ് കിട്ടുന്നത്. എങ്ങനെയാണ് ഇതിലത്തെ സീഡ്, അല്ലെങ്കിൽ എന്ത് പോർഷനാണ് സീഡായിട്ട് മാറുന്നത്, ഏത് പോർഷനാണ് ഫ്രൂട്ടായിട്ട് മാറുന്നതെന്ന് മക്കൾ ആലോചിച്ചിട്ടുണ്ടോ ഇത്രയും കാലം? എന്നാൽ ഇനി പഠിച്ചു വെച്ചോ. വീട്ടിൽ നമ്മൾ ഉമ്മമാരില്ലേ, ഉമ്മമാരുടെ അടുത്ത് ചുമ്മാ പോയി ചോദിച്ചു നോക്കും, ഉമ്മച്ചി നിങ്ങൾക്ക് ഇപ്പം നമ്മൾ മാംഗോ ഒക്കെ ഉണ്ടെങ്കിൽ ഇതിൻ്റെ അകത്തുള്ള ഈ സീഡ് എങ്ങനെയാണ് ഫോം ചെയ്യുന്നത്, ഈ സീഡ് എന്തിനാണ് ഈ സീഡ് ഫോം ചെയ്യുന്നത് എന്ന് ചോദിച്ചു നോക്കുക. ക്ലിയർ ആയോ? ജസ്റ്റ് നമ്മളുടെ വീട്ടിൽ കാണുന്ന പല പല കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളും നമ്മൾ ശ്രദ്ധിക്കേണ്ട പോകുന്ന പല കാര്യങ്ങളുണ്ട്, നമ്മളെടുത്ത് ചുമ്മാ കളയും. ഓക്കെ, ഇതൊക്കെ എന്തിനാണ് ഫോം ചെയ്യുന്നത്? ഈ സീഡ് ഉണ്ടല്ലോ, സീഡ് ഫോം ചെയ്യുന്നത് ആക്ച്വലി ഒവ്യൂളിൽ നിന്നാണ്. ഒവ്യൂളാണ് ഫെർട്ടിലൈസേഷൻ്റെ ശേഷം എന്തായി മാറുന്നത്? സീഡായിട്ട് മാറുന്നത്. ആൻഡ് ഈ ഫ്രൂട്ട് ഉണ്ടല്ലോ മക്കളെ, ഓവറിയാണ് ഫ്രൂട്ടായിട്ട് മാറുന്നത്. ഫെർട്ടിലൈസേഷൻ എന്ന് പറയുന്ന പ്രോസസ്സിൻ്റെ ശേഷം ഓർത്ത് വെച്ചോ, ഒവ്യൂള് സീഡാവുകയും ഓവറി ഫ്രൂട്ട് ആവുകയും ചെയ്യും. ക്ലിയർ ആണോ? ഇത് മക്കൾക്ക് എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോവും. ഒവ്യൂള് ഫ്രൂട്ടാവോ സീഡാവോ, അല്ലെങ്കിൽ ഓവറി ഫ്രൂട്ടാവോ സീഡാവോ, ഇങ്ങനെ ഓർത്ത് വെച്ചാൽ മതി. ഞാൻ എപ്പോഴും ഓർത്ത് വെച്ചിരുന്നത്, അത് മറക്കാണ്ടിരിക്കാൻ ഞാൻ ചെയ്തിരുന്നൊരു കാര്യം എന്ന് പറയുന്നത്, ഓവറിയിൽ ആറില്ലേ, ഓവറി. ഓക്കെ, ഫ്രൂട്ടിലും ഇല്ലേ ആറ്. സോ ഓവറി ഫ്രൂട്ടായിട്ട് മാറും, ഒവ്യൂള് സീഡായിട്ട് മാറും. ഒവ്യൂളിലും ആറില്ല, സീഡിലും ആറില്ല. സോ ഒവ്യൂളും സീഡും ഒരു ഗ്രൂപ്പ് ആൻഡ് ഓവറിയും ഫ്രൂട്ടും മറ്റൊരു ഗ്രൂപ്പ്. ക്ലിയർ ആണോ? ഒവ്യൂൾ എന്തായി മാറും ഫെർട്ടിലൈസേഷന് ശേഷം മക്കളെ? സീഡായിട്ട് മാറും. ഓവറി എന്ന് പറയുന്നത് ഫ്രൂട്ടായിട്ട് മാറും. ക്ലിയർ ആയോ? ഇതൊക്കെയാണല്ലോ എക്സാമിന് ചോദിക്കുന്നതാണ്. എക്സാമിന് ഇങ്ങനെ തന്നെ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. ഓക്കെ, ചിലപ്പോൾ നിങ്ങൾക്ക് സ്റ്റേറ്റ്മെൻറ്റ് വൈസ് ക്വസ്റ്റ്യൻസ് ആയിക്കോട്ടെ, മാച്ച് ദ ഫോളോയിങ് ക്വസ്റ്റ്യൻസിലൊക്കെ ഇങ്ങനെ തരാം. എന്നിട്ട് ഒവ്യൂള് ഫ്രൂട്ടായി മാറുമെന്നും ഓവറി സീഡായി മാറും എന്നുള്ള ഓപ്ഷൻസ് ഒക്കെ ഉണ്ടാകും. അതൊക്കെ ഫോൾസ് ആണ്. ഒവ്യൂള് സീഡായിട്ട് മാറും, ഓവറി ഫ്രൂട്ടായിട്ട് മാറും. ക്ലിയർ ആയല്ലോ?
ക്ലിയർ ആണല്ലോ മക്കളെ? സോ ആഫ്റ്റർ ഫെർട്ടിലൈസേഷൻ ഓവ്യൂൾസ് ഡെവലപ്സ് ഇൻ ടു സീഡ് ആൻഡ് ഓവറി മെച്ചേഴ്സ് ഇൻ ടു എ ഫ്രൂട്ട്. ക്ലിയർ ആണല്ലോ? ഓക്കെ, ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് ഈ ഓവറിനെ പറ്റിയിട്ട് കുറച്ചധികം കാര്യങ്ങൾ പഠിക്കാനുണ്ട്. ഓവറിക്കകത്താണല്ലോ മക്കളെ ഓവ്യൂൾ ഉള്ളത്, സിറ്റുവേറ്റ് ചെയ്യുന്നത് ഓവറിക്കകത്താണ്. ക്ലിയർ? ഇനി ഈ പറയുന്ന ഓവ്യൂൾസിൻ്റെ അറേഞ്ച്മെൻറ്റിനെ ബേസ് ചെയ്തിട്ട് ഓക്കെ, ഓവ്യൂൾസ് ഒരു ഓവറിയിൽ എങ്ങനെയാണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത് എന്നതിൻ്റെ ബേസിസിൽ ഓവറിനെ നമ്മൾക്ക് ക്ലാസിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ആൻഡ് ഇറ്റ് ഈസ് നോൺ ആസ് പ്ലാസൻറ്റേഷൻ. ക്ലിയർ ആണോ മക്കളെ? എന്താണ് പ്ലാസൻറ്റേഷൻ എന്ന് പറയുന്നത്? ഇറ്റ് ഈസ് ദ അറേഞ്ച്മെൻറ്റ് ഓഫ് ഓവ്യൂൾസ് വിത്തിൻ ദ ഓവറി. ഓവറിക്കകത്ത് എങ്ങനെയാണ് ഓവ്യൂൾസിൻ്റെ അറേഞ്ച്മെൻറ്റ് എന്നതിൻ്റെ ബേസിലുള്ള ക്ലാസിഫിക്കേഷൻ, ആ ഒരു അറേഞ്ച്മെൻറ്റിനെ വിളിക്കുന്ന പേരാണ് മക്കളെ പ്ലാസൻറ്റേഷൻ. ക്ലിയർ ആണോ? നമ്മൾ എസ്റ്റിവേഷൻ എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഓർക്കുന്നില്ലേ നിങ്ങൾ? സോ ഇതാണ് ഞാൻ പറഞ്ഞത്, ഈ ഒരു ചാപ്റ്റർ കംപ്ലീറ്റ് പുതിയ പുതിയ വാക്കുകളും പുതിയ പുതിയ എക്സാമ്പിൾസും മേർജിങ്ങും ഒക്കെയാണ്. ഡയഗ്രാംസ് എല്ലാം പുതിയ കാര്യങ്ങളാണ്. നമ്മളുടെ ഡെയിലി ബേസിസിൽ എപ്പോഴും കാണുന്ന കാര്യങ്ങളാണ്, പക്ഷെ നമുക്കതിനെ പറ്റിയിട്ടൊന്നും അറിയത്തില്ല. സോ അങ്ങനത്തെ ഒരു ചാപ്റ്ററാണ് മോർഫോളജി എന്ന് പറയുന്നത്. എന്നാൽ പഠിക്കാൻ ഇതിൻ്റെ അത്ര എളുപ്പം വേറെ ചാപ്റ്റേഴ്സ് ഇല്ല. ഇറ്റ് ഈസ് വെരി ഈസി ആൻഡ് ഇറ്റ് ഈസ് വെരി ഇൻട്രസ്റ്റിംഗ് ഫോർ ദോസ് ഹൂ ലവ്സ് പ്ലാന്റ്സ്. ഓക്കെ, ഈ പ്ലാന്റ് ബേസിസിൽ പഠിക്കണം എന്നിഷ്ടമുള്ള കുട്ടികൾക്ക്, അല്ലെങ്കിൽ വീട്ടിലാണെങ്കിലും പ്ലാന്റ്സിനെ പറ്റിയിട്ട് കുറച്ചൊക്കെ ശ്രദ്ധിക്കുന്ന കുട്ടികൾക്ക് ഇത് ഭയങ്കര ഈസി ആയിട്ട് പഠിക്കാൻ പറ്റും. പ്ലാന്റ്സ് മീൻസ് വെദർ ഇറ്റ് ഈസ് ഓഫ് വെജിറ്റബിൾസ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ പറയുന്ന ഫ്ലവേഴ്സ് കൈൻഡ് ഓഫ് പ്ലാന്റ്സ് ആണെങ്കിലും ഫ്രൂട്ട്സ് ആണെങ്കിലും വാട്ട് എവർ ഇറ്റ് മേ ബി, കുറച്ചൊരു ഇൻട്രസ്റ്റ് ഉള്ള കുട്ടികൾക്ക് ഒന്നും കൂടെ ഈസി ആയിട്ട് പഠിക്കാൻ പറ്റുന്ന ഒരു ചാപ്റ്ററാണ് മോർഫോളജി. ക്ലിയർ ആണല്ലോ? സോ ബാക്ക് ടു അവർ ടോപ്പിക്. ഈ പറയുന്ന ഓവറിക്കകത്ത് ഓവ്യൂൾസ് എങ്ങനെ അറേഞ്ച് ചെയ്യുന്നു എന്നതിൻ്റെ ബേസിൽ നമുക്ക് ക്ലാസിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. സോ ഈ ഒരു അറേഞ്ച്മെൻറ്റ് ഓഫ് ഓവ്യൂൾസ് ഇൻ ദ ഓവറി, അതിൻ്റെ ബേസിസിൽ നമ്മൾ ഓവറിനെ ആ ഒരു അറേഞ്ച്മെൻറ്റിനെ വിളിക്കുന്ന പേരാണ് മക്കളെ പ്ലാസൻറ്റേഷൻ. ക്ലിയർ ആണല്ലോ? എന്താണ് പ്ലാസൻറ്റേഷൻ? സോ ഹിയർ ദിസ് ഈസ് ദാറ്റ് the arrangement of ovules within the ovary is known as placentation and it is of different types. ഏതൊക്കെയായിരുന്നു മക്കളെ ആ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പ്ലാസൻറ്റേഷൻ? മക്കൾ നോക്കിക്കോ, ഇമ്പോർട്ടൻ്റ് ആണ്. ഇവിടുന്ന് ക്വസ്റ്റ്യൻസ് വരാറുണ്ട് പല രീതിക്കും. എക്സാമ്പിൾ വൈസ് ക്വസ്റ്റ്യൻസും വരും, ഡയഗ്രാം വൈസ് ക്വസ്റ്റ്യൻസും വരും, സ്റ്റേറ്റ്മെൻറ്റ് വൈസ് ക്വസ്റ്റ്യൻസും വരും. ഓക്കെ, സോ ദ ഫസ്റ്റ് വൺ ദാറ്റ് ഇസ് മാർജിനൽ. സോ ഫസ്റ്റത്തെ നമ്മളുടെ ടൈപ്പ് ഓഫ് പ്ലാസൻറ്റേഷൻ ആണ്, ദാറ്റ് ഇസ് മാർജിനൽ പ്ലാസൻറ്റേഷൻ. സെക്കൻഡ് വൺ ആക്സൈൽ പ്ലാസൻറ്റേഷൻ. തേർഡ് വൺ എന്ന് പറയുന്നത് പറൈറ്റൽ. ഫോർത്ത് വൺ ബേസൽ. ഫിഫ്ത്ത് വൺ സെൻട്രൽ ആൻഡ് സിക്സ്ത് വൺ ഫ്രീ സെൻട്രൽ. സിക്സ്ത് വൺ എന്താണ് മക്കളെ? ദാറ്റ് ഈസ് ഫ്രീ സെൻട്രൽ. സിക്സ്ത് വൺ ഫ്രീ സെൻട്രൽ. ക്ലിയർ ആണോ? ദ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് മാർജിനൽ, സെക്കൻഡ് വൺ ആക്സൈൽ, പെറൈറ്റൽ, സെൻട്രൽ, ഫ്രീ സെൻട്രൽ. ക്ലിയർ ആണല്ലോ? മൊത്തം നമ്മൾക്ക് ആ ഒരു പ്ലാസൻറ്റേഷനാണ് പഠിക്കാനുള്ളത്. ആറിൻ്റെയും എക്സാമ്പിൾസ് പഠിക്കാനുണ്ട്, ഡയഗ്രാംസും പഠിക്കാനുണ്ട്. എക്സാമ്പിൾസ് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട്, അല്ലെങ്കിൽ അതിൻ്റെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ട്, എന്താണ് മാർജിനൽ, അല്ലെങ്കിൽ എങ്ങനെയാണ് ഫ്രീ സെൻട്രൽ ഉണ്ടാവുക, സെപ്റ്റം എങ്ങനെയാണ് ഉണ്ടാവുക എന്ന് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഡയഗ്രാംസ് ഈസി ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. എക്സാമ്പിൾസും അതുവഴി നമുക്ക് പഠിക്കാൻ പറ്റും. ക്ലിയർ ആണല്ലോ? ഇപ്പം സപ്പോസ് ആക്സൈൽ എടുക്കുകയാണ്. ആക്സൈൽ എന്ന് കേട്ടാൽ നമ്മൾക്ക് ആ ഡയഗ്രാം നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകും ലെമൺ അതിൻ്റെ ഒരു എക്സാമ്പിളാണ് എന്നുള്ളത്. ക്ലിയർ ആണല്ലോ മക്കളെ? ഓക്കെ ആണല്ലോ? സോ ഫസ്റ്റ് വി ആർ മൂവിങ് ഫോർ ദ മാർജിനൽ പ്ലാസൻറ്റേഷൻ. എന്താണ് മാർജിനൽ പ്ലാസൻറ്റേഷൻ? അതിൻ്റെ എക്സാമ്പിൾസ്. മാർജിനൽ പ്ലാസൻറ്റേഷൻ്റെ ഡയഗ്രാം പെട്ടെന്ന് കത്തും എക്സാമ്പിൾ അറിയാമെന്നുണ്ടെങ്കിൽ. സോ മാർജിനൽ പ്ലാസൻറ്റേഷൻ്റെ എക്സാമ്പിളാണ് പീസ്. അത് ഓർത്ത് വയ്ക്കുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് ഈ ഡയഗ്രാം കത്തും, കാരണം ഇറ്റ് ലുക്സ് ലൈക്ക് പീസ്, റൈറ്റ്? ഓക്കെ ആണല്ലോ മക്കളെ? സോ എന്താണ് മക്കളെ മാർജിനൽ പ്ലാസൻറ്റേഷൻ എന്ന് പറയുന്നത്? സി, ദ പ്ലാസൻറ്റ ഫോംസ് എ റിഡ്ജ് along the ventral suture of the ovary. Marginal placentation the placenta forms a ridge along the ventral suture of the ovary and the ovules are born on this ridge forming two rows as in P. See, ഇവർ എന്താണ് ഫോം ചെയ്യുന്നത്? ഒരു റിഡ്ജ് ഉണ്ട്, ആ റിഡ്ജിലാണ് മക്കളെ ആരെ കാണുന്നത്? എന്താണ് കാണുന്നത്? ദ ഓവ്യൂൾസ് ആർ ബോൺ. സി, ദ ഓവ്യൂൾസ് ആർ ബോൺ ഓൺ ദിസ് റിഡ്ജ്. ഓവ്യൂൾസ് എവിടെയാണ് കാണുന്നത്? ഈ ഒരു റിഡ്ജിലായിട്ടാണ് ഓവ്യൂൾസിനെ കാണുന്നത്. സോ ഈ ഒരു കൈൻഡ് ഓഫ് പ്ലാസൻറ്റേഷനെ വിളിക്കുന്ന പേരാണ് മാർജിനൽ പ്ലാസൻറ്റേഷൻ. ഇതിനെ വിളിക്കുന്ന പേരാണ് മക്കളെ മാർജിനൽ പ്ലാസൻറ്റേഷൻ. ഈ സ്റ്റേറ്റ്മെൻറ്റ് നിങ്ങൾ കാണാണ്ട് പഠിച്ചേ പറ്റൂ. സ്റ്റേറ്റ്മെൻറ്റ് വൈസ് ക്വസ്റ്റ്യൻസ് ഈ ഒരു ഭാഗത്തുനിന്ന് നന്നായിട്ട് വരുന്നതാണ്, മക്കൾ പഠിച്ചേ പറ്റൂ. ദാറ്റ് ഈസ് എന്താണ്? ദ പ്ലാസൻറ്റ ഫോംസ് എ റിഡ്ജ് അലോങ് ദ വെൻട്രൽ സ്യൂച്ചർ ഓഫ് ദി ഓവറി ആൻഡ് ദ ഓവ്യൂൾസ് ആർ ബോൺ ഓൺ ദിസ് റിഡ്ജ്. ഓക്കെ, ഫോമിങ് ടു റോസ്. രണ്ട് റോസ് ഫോം ചെയ്യും.
2 റോസ് ഫോം ചെയ്തുകൊണ്ട് ഈ ഒരു റിഡ്ജിലാണ് എന്ത് ഫോം ചെയ്യുന്നത്? ഒവ്യൂൾസ് കാണുന്നത്. ക്ലിയർ ആണല്ലോ? അതിൻ്റെ എക്സാമ്പിളാണ് പീസ് എന്ന് പറയുന്നത്. സോ ദിസ് ഈസ് ദ മാർജിനൽ പ്ലാസൻറ്റേഷൻ. ഇതാണ് മാർജിനൽ പ്ലാസൻറ്റേഷൻ. അടുത്ത പ്ലാസൻറ്റേഷൻ ആണ് മക്കളെ അക്സൈൽ എന്ന് പറയുന്നത്. When the placenta is axial and the ovules are attached to it in a multilocular ovary. This is very important. Multilocular ovary form ആണ് ആക്സൈൽ പ്ലാസൻറ്റേഷൻ. അതിൻ്റെ എക്സാമ്പിളാണ് ചൈന റോസ്, ടൊമാറ്റോ, ലെമൺ എന്നൊക്കെ പറയും. ലെമൺ നിങ്ങൾക്കറിയാലോ, ഈ ഒരു ഫോമിലല്ലേ ലെമൺ ഉണ്ടാവുക? എന്ന് വെച്ചാൽ ലോക്യൂൾസ് ആയിട്ട് മൾട്ടിലോക്യുലാർ ഓവറി ആയിട്ടാണ് കാണുന്നത്. സി ഇവിടെ നോക്ക്, മൾട്ടിലോക്യുലാർ അല്ലേ? ഒരു സിംഗിൾ ഓവ്യൂളായിട്ടാണോ കാണുന്നത്? അല്ല, ഇറ്റ് ഈസ് ഓഫ് മൾട്ടിലോക്കുലാർ ഓവറി. ഇറ്റ് ഈസ് ഓഫ് മൾട്ടിലോക്കുലാർ ഓവറി. ക്ലിയർ ആണോ മക്കളെ? ക്ലിയർ ആണോ? ക്ലിയർ അല്ലേ മക്കളെ? ദിസ് ഇസ് ഓഫ് മൾട്ടിലോക്കുലാർ ഓവറി. ഇങ്ങനെ ഒന്ന്, ഇങ്ങനെ ഒന്ന്, ഇങ്ങനെ ഒന്ന്, അല്ലാതെ ഒരു സിംഗിൾ ഓവറി ആയിട്ടല്ല കാണുന്നത്. ക്ലിയർ അല്ലേ? സോ അതിനെയാണ് നമ്മൾ എക്സൈൽ എന്ന് പറയാം. അതിൻ്റെ എക്സാമ്പിൾ നമ്മൾക്ക് ആലോചിച്ചാൽ മനസ്സിലാവും. ലെമൺ, ടൊമാറ്റോ, ചൈന റോസ്. ഇതൊക്കെ ചൈന റോസ് മാത്രമേ നിങ്ങൾക്കത് അതുമായിട്ട് ഇങ്ങോട്ട് യോജിക്കാൻ പറ്റാത്തുള്ളൂ, അതെങ്ങനെയാണെന്നുള്ളത്. ഓക്കെ, ലെമൺ നിങ്ങളെപ്പോഴും കട്ട് ചെയ്യുമ്പോൾ അതിൻ്റെ ക്രോസ് സെക്ഷൻ എടുത്ത് നോക്കുക. കാണാത്തവരാണെന്നുണ്ടെങ്കിൽ ആ ഒരു ക്രോസ് സെക്ഷൻ എടുത്ത് നോക്കുക. ക്രോസ് സെക്ഷൻ എടുത്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ കട്ടിങ് കാണാൻ പറ്റും. ഇറ്റ് ഈസ് ഓഫ് മൾട്ടിലോക്കുലാർ ഓവറി. ക്ലിയർ ആണോ? ഓക്കെ അല്ലേ? ടൊമാറ്റോ ആണെങ്കിലും നിങ്ങൾക്കിത് കാണാൻ പറ്റും. ഇന്ന് വീട്ടിൽ നിന്ന് നിങ്ങൾ ക്ലാസ് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യുക? നമ്മുടെ കിച്ചണിൽ പോവുക. കിച്ചണിൽ പോയിട്ട് റെഫ്രിജറേറ്ററിൽ ഉണ്ടാകും. ടൊമാറ്റോ ഉണ്ടാവും, അല്ലെങ്കിൽ ലെമൺ ഉണ്ടാകും, ഏതെങ്കിലും ഒന്ന് എന്തായാലും വീട്ടിലുണ്ടാകും. ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്യുക. ഓക്കെ, അപ്പം ഉമ്മ ചോദിക്കുകയാണ് എന്തിനാ വെറുതെ കട്ട് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ അമ്മക്ക് പറഞ്ഞു കൊടുക്കുക. ദിസ് ഇസ് ഓഫ് ആക്സൈൽ പ്ലാസൻറ്റേഷൻ. ഇതെന്താണ്? ആക്സൈൽ പ്ലാസൻറ്റേഷൻ ആണ്. അപ്പോൾ എന്തിനാണ് ആക്സൈൽ പ്ലാസൻറ്റേഷൻ എന്ന് പറയുന്നതെന്ന് ചോദിച്ചാൽ പറയാ, ഈ ഒരു ഓവറി അറേഞ്ച്മെൻറ്റിനെയാണ് നമ്മൾ ആക്സൈൽ പ്ലാസൻറ്റേഷൻ എന്ന് പറയാം. ഉമ്മച്ചി കണ്ടില്ലേ, ഇവിടെ ഇങ്ങനെ മൾട്ടി ലോക്കുലാർ ആയിട്ടാണ് ഉള്ളത്. ഒരുപാട് ലോക്യൂൾസുകൾ ഉണ്ട്. ഓക്കെ, ഒരു സിംഗിൾ ലോക്യൂൾ ആയിട്ടല്ല ഇവർ നിൽക്കുന്നത്, മൾട്ടി ലോക്യുലാർ ആണ്. അങ്ങനെ ലെമൺ കാണിച്ചു കൊടുക്കുക. കുറച്ച് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യുക? ആ ടൊമാറ്റോയും കൂടെ കട്ട് ചെയ്ത് കാണിച്ചു കൊടുക്കുക. അപ്പോൾ ബാക്കി ഉമ്മച്ചി നോക്കിക്കോളും. അല്ലേ? ശരിയല്ലേ? നമ്മൾ ഓടിച്ചിട്ട് വിടും കിച്ചണിന്. ക്ലിയർ ആണോ മക്കളെ? ഓക്കെ ആണോ? ബിസൈഡ്സ് എ ജോക്ക്, നിങ്ങൾ തന്നെ എടുത്തൊന്ന് പോയി നോക്കുക. ലെമണും അതുപോലെ തന്നെ ടൊമാറ്റോ ഒക്കെ നിങ്ങളൊന്ന് കട്ട് ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾക്കത് മൈൻഡിൽ അങ്ങോട്ട് ഉറച്ചു കയറിക്കോളും, അതവിടുന്ന് പോകത്തില്ല. സോ മാർജിനൽ പ്ലാസൻറ്റേഷൻ എന്ന് പറയുമ്പോൾ ആ ഒരു അലോങ് ദ റിഡ്ജ് ആണ് ഒവ്യൂൾ ഫോം ചെയ്യുന്നത്. ഒവ്യൂൾസ് ആർ ഫോൺ അലോങ് ദ റിഡ്ജ് ആണ്. ആൻഡ് സെക്കൻഡ് വൺ അതിൻ്റെ എക്സാമ്പിൾ. ഓക്കെ, മാർജിനൽ എക്സാമ്പിൾ എന്ന് പറയുന്നത് പീസ് ആണ്. ആൻഡ് ദ സെക്കൻഡ് വൺ എന്ന് പറയുന്നത് ആക്സൈൽ ആണ്. ആക്സൈലിൻ്റെ പ്രത്യേകത മൾട്ടിലോക്കുലാർ ഓവറി ആയിരിക്കും. അതിൻ്റെ എക്സാമ്പിൾസ് വരുന്നതാണ് ചൈന റോസ്, ടൊമാറ്റോ ആൻഡ് ലെമൺ. ഈ രണ്ട് പ്ലാസൻറ്റേഷൻ ക്ലിയർ ആണല്ലോ? കൺഫ്യൂഷനൊന്നും ഇല്ലല്ലോ മക്കളെ? അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് നെക്സ്റ്റ് പ്ലാസൻറ്റേഷനിലോട്ട് പോകാം. ആൻഡ് ദാറ്റ് ഈസ് പെറൈറ്റൽ പ്ലാസൻറ്റേഷൻ. ദാറ്റ് ഈസ് പെറൈറ്റൽ പ്ലാസൻറ്റേഷൻ. എന്താണ് മക്കളെ പെറൈറ്റൽ പ്ലാസൻറ്റേഷൻ? ദാറ്റ് ഈസ് ദ ഒവ്യൂൾസ് ഡെവലപ്സ് ഓൺ ദ ഇന്നർ വാൾ ഓഫ് ദി ഓവറി. ഒവ്യൂൾ എവിടെയാണ് ഡെവലപ്പ് ചെയ്യുന്നത്? ഓവറിയുടെ ഇന്നർ വാളിലായിട്ടാണ് ഒവ്യൂൾ ഡെവലപ്പ് ചെയ്യുക. ഒവ്യൂൾസ് ആർ ഡെവലപ്ഡ് ഓൺ ദ ഇന്നർ വാൾ ഓഫ് ദി ഓവറി ഓർ ഓൺ പെരിഫറൽ പാർട്ട്. ഒന്നെങ്കിൽ ഇന്നർ വാളിൽ അല്ലെങ്കിൽ പെരിഫറൽ പാർട്ടിലായിട്ടാണ് ഓവറി കാണുന്നത്. ക്ലിയർ ആണോ? ഓൺ ദ ഇന്നർ വാൾ അല്ലെങ്കിൽ പെരിഫറൽ പാർട്ടിലാണ് എന്ത് കാണുന്നത്? ഓവറി കാണുന്നത്. ക്ലിയർ ആണല്ലോ മക്കളെ? ഓവറി ഈസ് സീൻ എവിടെ മക്കളെ കാണുന്നത്? ദാറ്റ് ഈസ് ഇറ്റ് ഈസ് ഡെവലപ്ഡ് ഓൺ ദ ഇന്നർ വാൾ ഓഫ് ദ ഓവറി. ഓവ്യൂൾസ് ഡെവലപ്ഡ് ഓൺ ദ ഇന്നർ വാൾ ഓഫ് ദി ഓവറി ഓർ ഓൺ ദ പെരിഫറൽ പാർട്ട്. ഒന്നെങ്കിൽ ഇന്നർ പാർട്ടിൽ അല്ലെങ്കിൽ പെരിഫറൽ പാർട്ടിലായിട്ടാണ് നമ്മൾക്ക് ഇവിടെ ഒവ്യൂളിനെ കാണാൻ പറ്റുന്നത്. ദിസ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. ക്ലിയർ ആണോ? അത് നിങ്ങൾക്ക് നോക്കാൻ പറ്റുന്നത് സി ഹിയർ ദ തേർഡ് വൺ, ദാറ്റ് ഈസ് പെറൈറ്റൽ പ്ലാസൻറ്റേഷൻ. ഇത് നോക്ക് മക്കളെ, കാണുന്നുണ്ടോ? ഈ ഒരു പെറൈറ്റൽ പ്ലാസൻറ്റേഷനിൽ എന്താ പറഞ്ഞിട്ടുള്ളത്? പെരിഫറൽ പാർട്ടിലോ അല്ലെങ്കിൽ ഇന്നർ വാളിലോ ആണ് ഒവ്യൂള് ഫോം ചെയ്യുന്നത്. സി കാണുന്നില്ലേ? നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവുന്നുണ്ട്. പെരിഫറൽ പാർട്ടിലോ അല്ലെങ്കിൽ ഇന്നർ വാൾ ഓഫ് ദി ഓവറിയിലോ ആണ് ഒവ്യൂള് ഫോം ചെയ്യുന്നത്. ക്ലിയർ ആണല്ലോ മക്കളെ? ക്ലിയർ ആണല്ലോ? ഇവിടെ നിങ്ങൾക്ക് മൾട്ടിലോക്കുലാർ കാണാൻ പറ്റുന്നുണ്ട്. ഓക്കെ, ഓൾ റൈറ്റ്. സോ നമ്മൾ മാർജിനൽ പറഞ്ഞു, ആക്സൈൽ പറഞ്ഞു, പെറൈറ്റൽ പറഞ്ഞു. സോ പെറൈറ്റലിൻ്റെ എക്സാമ്പിൾസ് ആണ് അടുത്ത് പറയാൻ പോകുന്നത്. ദാറ്റ് ഈസ് ആർഗിമോൺ, മസ്റ്റാർഡ്. പെറൈറ്റലിൻ്റെ എക്സാമ്പിൾ എന്താണ്? ആർഗിമോൺ ആൻഡ് മസ്റ്റാർഡ്. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോയിൻ്റ് ഉണ്ട്. ആൻഡ് ദാറ്റ് ഈസ് അതെന്താണ് മക്കളെ? സി ഓവറി ഈസ് one chambered but it becomes two chambered due to the formation of a false septum.
ഓവറി ആക്ച്വലി ഇറ്റ് ഈസ് വൺ ചേംബേർഡ്. ഓവറി എന്താണ്? ഒരു സിംഗിൾ ചേംബേർഡ് ആണ്. പക്ഷേ ഒരു ഫോൾസ് സെപ്റ്റം ഫോർമേഷൻ കാരണം അത് എന്തായിട്ട് മാറും? ഇറ്റ് ബിക്കംസ് ടു ചേംബേർഡ്. അത് ടു ചേംബേർഡ് ആയിട്ട് മാറും. ഇറ്റ് ഈസ് ഡ്യൂ ടു ദ ഫോൾസ് സെപ്റ്റം. ഒരു ഫോൾസ് സെപ്റ്റം കാരണം അതെന്തായിട്ട് മാറുന്നുണ്ട്? ഇറ്റ് ബിക്കംസ് എ ടു ചേംബേർഡ് വൺ. ഇറ്റ് ബിക്കംസ് എ ടു ചേംബേർഡ് വൺ. ക്ലിയർ ആണല്ലോ മക്കളെ? സോ അതിൻ്റെ എക്സാമ്പിളാണ് മസ്റ്റേർഡ് ആൻഡ് ആർഗിമോൺ. മസ്റ്റേർഡ് ആൻഡ് ആർഗിമോൺ വെരി 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 ഇമ്പോർട്ടൻറ്റ്. വീണ്ടും പറയാണ്, നമ്മളിപ്പോൾ മൊത്തം എത്ര എക്സാമ്പിൾസ് പഠിച്ചു? മാർജിനലിൻ്റെ പീസ്, ആക്സൈലിൻ്റെത് ടൊമാറ്റോ, അതുപോലെ തന്നെ ചൈന റോസ് ആൻഡ് ലെമൺ. ക്ലിയർ? അത് കഴിഞ്ഞിട്ട് നമ്മൾ പഠിച്ചതാണ് പെറൈറ്റലിൻ്റെ എക്സാമ്പിൾസ് ആണ് നമ്മളിപ്പോൾ പഠിച്ച മസ്റ്റേർഡ് ആൻഡ് ആർഗിമോൺ. അപ്പം നമ്മളുടെ മൂന്നാളുകൾ കഴിഞ്ഞു, മാർജിനൽ, ആക്സൈൽ, പെറൈറ്റൽ. ഇനി എന്തായിരുന്നു? ദാറ്റ് ഈസ് ഫ്രീ സെൻട്രൽ. ഫ്രീ സെൻട്രലിൻ്റെ എക്സാമ്പിൾസ് ആദ്യം പറഞ്ഞുതരാം. ദാറ്റ് ഈസ് ഡയാന്തസ്, പ്രൈംറോസ്. ഫ്രീ സെൻട്രലിൻ്റെ എക്സാമ്പിളാണ് മക്കളെ ഡയാന്തസും പ്രൈംറോസും. ക്ലിയർ ആണോ? ഡയാന്തസ് ആൻഡ് പ്രൈംറോസ് ആണ് ഫ്രീ സെൻട്രലിൻ്റെ എക്സാമ്പിൾ എന്ന് പറയുന്നത്. എന്താണ് ഫ്രീ സെൻട്രൽ പ്ലാസന്റേഷൻ? സി, ഈ ഒവ്യൂൾസ് നമ്മൾ പറഞ്ഞിട്ടുള്ള ഒവ്യൂൾസ്, ഇഫ് ഇറ്റ് ഇസ് ബോൺ ഓൺ ദ സെൻട്രൽ ആക്സിസ് ആൻഡ് സെപ്റ്റ ആബ്സെൻറ്റ്, ഇങ്ങനെ സെൻട്രൽ ആക്സിസിലായിട്ടാണ് കാണുന്നത്. സെൻട്രൽ ആക്സിസിലായിട്ടാണ് ഒവ്യൂൾ കാണുന്നത്. ഇവർക്ക് എന്ത് ആബ്സെൻ്റ് ആണ്? സെപ്റ്റ ആബ്സെൻ്റ് ആണ്. ഇവർക്ക് എന്തില്ല? സെപ്റ്റ ആബ്സെൻ്റ് ആണ്. ഒവ്യൂൾസ് കാണുന്നത് ഇതുപോലെ തന്നെ സെൻട്രൽ പോർഷനിലാണ്. ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് മക്കളെ ഫ്രീ സെൻട്രൽ പ്ലാസന്റേഷൻ. ആൻഡ് അതിൻ്റെ എക്സാമ്പിളാണ് ദാറ്റ് ഈസ് ഡയാന്തസ് ആൻഡ് പ്രൈംറോസ്. ഡയാന്തസും പ്രൈംറോസും ആണ് എന്തിൻ്റെ എക്സാമ്പിളായിട്ട് വരുന്നത്? ഫ്രീ സെൻട്രലിൻ്റെ എക്സാമ്പിളായിട്ട് വരുന്നത്. ക്ലിയർ ആണോ? ഇത്രയും കാര്യങ്ങൾ ഓക്കെ അല്ലേ? ആൻഡ് ദെൻ ദാറ്റ് ഈസ് ഓഫ് ബേസൽ പ്ലാസന്റേഷൻ. ബേസൽ പ്ലാസന്റേഷൻ്റെ പ്രത്യേകത എന്താണ്? ദാറ്റ് ഈസ് പ്ലാസൻറ്റ ഡെവലപ്സ് അറ്റ് ദ ബേസ് ഓഫ് ദ ഓവറി. ഓവറിയുടെ ബേസിലായിട്ട് പ്ലാസൻറ്റ ഡെവലപ്പ് ചെയ്യും. അവിടെ നിന്നും ഒരു സിംഗിൾ ഒവ്യൂൾ ആരുമായിട്ട് അറ്റാച്ച് ചെയ്യും? ഈ പറയുന്ന നമ്മളുടെ ഓവറിയുമായിട്ട്, ബേസ് ഓഫ് ദി ഓവറിയുമായിട്ട് അറ്റാച്ച് ചെയ്യുന്നുണ്ട്. ഓവറി ഉണ്ട്. ആ ഓവറിയിൽ ഒവ്യൂൾ ഉണ്ടാകും. ഒവ്യൂൾ പ്ലാസൻറ്റയുമായിട്ട് അറ്റാച്ച് ചെയ്യുന്നു എന്ന് പറഞ്ഞു. സോ ഈ പറയുന്ന ഓവറിയിലെ ഒവ്യൂൾ ഫോം ചെയ്യുന്നത് അതിൻ്റെ ബേസിലാണ്. ബേസൽ പ്ലാസന്റേഷനിൽ ഓവറിയുടെ ബേസിലായിട്ടാണ് മക്കളെ പ്ലാസൻറ്റ ഡെവലപ്പ് ചെയ്യുന്നത്. ആൻഡ് ഒരു സിംഗിൾ ഒവ്യൂൾ ഈ പ്ലാസൻറ്റയുമായിട്ട് അറ്റാച്ച് ചെയ്തിട്ടുണ്ടാകും. അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ബേസൽ പ്ലാസന്റേഷൻ എന്ന് വിളിക്കുന്നത്. ബേസൽ പ്ലാസന്റേഷൻ്റെ എക്സാമ്പിൾസ് ആണ് മക്കളെ സൺഫ്ലവർ ആൻഡ് മാരിഗോൾഡ്. സൺഫ്ലവർ ആൻഡ് മാരിഗോൾഡ് ആണ് നമ്മളുടെ ബേസൽ പ്ലാസന്റേഷൻ്റെ എക്സാമ്പിൾ എന്ന് പറയുന്നത്. സോ വീണ്ടും പറയാണ്, മാർജിനൽ, ആക്സൈൽ, പെറൈറ്റൽ, ഫ്രീ സെൻട്രൽ, പിന്നെന്തായിരുന്നു? ബേസൽ. ഫ്രീ സെൻട്രൽ, ബേസൽ. ബേസലിൻ്റെ പ്രത്യേകത എന്താണ്? ബേസൽ എന്ന് പറയുമ്പോൾ ഓവറിയുടെ ബേസിലായിട്ടാണ് നമ്മുടെ പ്ലാസൻറ്റ ഫോം ചെയ്യുന്നത്. ഈ പ്ലാസൻറ്റയുമായിട്ട് ആര് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്? നമ്മളുടെ ഒവ്യൂൾ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ക്ലിയർ ആണോ? പ്ലാസൻറ്റയുമായിട്ടാണ് നമ്മളുടെ ഒവ്യൂള് അറ്റാച്ച് ചെയ്തിട്ടുള്ളത്. എത്ര ഒവ്യൂളുണ്ട്? കുറേ ഒവ്യൂളാണ് അറ്റാച്ച് ചെയ്തിട്ടുള്ളത്? അല്ല, സിംഗിൾ ഒവ്യൂളാണ് അറ്റാച്ച് ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുന്നുണ്ടാവും ഡയഗ്രാം. സോ ഇതാണ് നമ്മളുടെ ബേസൽ പ്ലാസന്റേഷൻ എന്ന് പറയുന്നത്. ദിസ് ഇസ് ദ ബേസൽ പ്ലാസന്റേഷൻ. ക്ലിയർ ആയോ മക്കളെ? ഓക്കെ അല്ലേ? സോ ഇതോടുകൂടെ നമ്മളുടെ എന്ത് കഴിഞ്ഞു? നമ്മളുടെ ഫ്ലവർ എന്ന് പറയുന്ന ഒരു പോർഷൻ കംപ്ലീറ്റ്ലി തീരുവാണ്. Now we are entering to the next portion, that is the fruit. ക്ലിയർ ആയോ? അടുത്തതാണ് മക്കളെ ഫ്രൂട്ട് എന്ന് പറയുന്നത്. ഫ്ലവർ ഇതോടുകൂടെ വൈൻഡപ്പ് ചെയ്യാണ്. നമ്മൾ ഇൻഫ്ലോറസൻസിനെ പറ്റിയിട്ട് പറഞ്ഞു. അതിൽ കുറേ കാര്യങ്ങളും ഈ ഡയഗ്രാംസ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ക്ലിയർ? ആൻഡ് ലെറ്റ്സ് മൂവ് ഓൺ ടു ദ നെക്സ്റ്റ് പോർഷൻ ആൻഡ് ദാറ്റ് ഈസ് ദ ഫ്രൂട്ട്. ക്ലിയർ? സോ മക്കളെ, ഫ്രൂട്ട് എന്ന് പറയുന്നത് ആക്ച്വലി ഫ്ലവറിംഗ് പ്ലാന്റ്സ്. എന്താ ഫ്ലവറിംഗ് പ്ലാന്റ്സ് എന്ന് പറയുന്നത്? ദാറ്റ് ഈസ് ദേ ആർ ദ ആൻജിയോസ്പേംസ്. ഫ്ലവറിംഗ് പ്ലാന്റ്സ് എന്താണ് മക്കളെ? ദേ ആർ ആൻജിയോസ്പേംസ്. ക്ലിയർ? ആൻജിയോസ്പേംസ് അല്ലേ ഫ്ലവറിംഗ് പ്ലാന്റ്സ്? ജിംനോസ്പേംസ് ആണോ? അല്ല, ആൻജിയോസ്പേംസ് ആണ് നമ്മുടെ ഫ്ലവറിംഗ് പ്ലാന്റ്സ് എന്ന് പറയുന്നത്. സോ ഈ ഫ്ലവറിംഗ് പ്ലാന്റ്സിൻ്റെ അല്ലെങ്കിൽ ആൻജിയോസ്പേംസിൻ്റെ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചറാണ് ആക്ച്വലി ഫ്രൂട്ട് എന്ന് പറയുന്നത്. ക്ലിയർ? എന്തായിരുന്നു ഫ്രൂട്ടായിട്ട്? ഫെർട്ടിലൈസേഷന് ശേഷം എന്ത് ഫ്രൂട്ടാവും, എന്ത് സീഡാവും എന്നാണ് ഞാൻ പഠിപ്പിച്ചു തന്നെ. ദാറ്റ് ഈസ് ഒവ്യൂൾ ഡെവലപ്സ് ഇൻ ടു അ സീഡ് ആൻഡ് ഓവറി ഡെവലപ്സ് ഇൻ ടു അ ഫ്രൂട്ട്. ക്ലിയർ? So the fruit is the characteristic feature of a flowering plant and it is mature or ripened ovary. It is the matured or ripened ovary developed after ഫെർട്ടിലൈസേഷൻ. ഞാൻ പറഞ്ഞു ഫ്രൂട്ട് എന്ന് പറയുന്നത് ഓവറി ഡെവലപ്പ് ചെയ്തുണ്ടാവുന്നതാണ്. ഓവറിയാണ് ഫ്രൂട്ടായിട്ട് മാറുന്നത്. സോ വി ക്യാൻ കോൾ ഇറ്റ് ആസ് മച്ചുവേർഡ് ഓർ റൈപ്പൻഡ് ഓവറി. ഫ്രൂട്ടിനെ നമുക്ക് എന്തുകൂടെ വിളിക്കാം മക്കളെ? ദിസ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ് പോയിന്റ്. ഓക്കെ, ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. എക്സാമിന് ഇങ്ങനെ തന്നെ ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. ഫ്രൂട്ട് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ മച്ചുവേർഡ് ഓർ ഇറ്റ് ഈസ് ദ റൈപ്പൻഡ്. ഇറ്റ് ഈസ് ദ
റൈപ്പൻഡ് ഓവറി. മെച്ചുവേർഡ് അല്ലെങ്കിൽ റൈപ്പൻഡ് ഓവറിയാണ് എന്ത് എന്ന് പറയുന്നത്? മെച്ചുവേർഡ് അല്ലെങ്കിൽ റൈപ്പൻഡ് ഓവറിയാണ് മക്കളെ ഫ്രൂട്ട് എന്ന് പറയുന്നത്. എപ്പോൾ? ബിഫോർ ഫെർട്ടിലൈസേഷൻ ആണോ? കാരണം നിങ്ങൾ PYQs എടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും, ഇങ്ങനെ തന്നെ ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. മെച്ചുവേർഡ് ഓവറി, ആഫ്റ്റർ ഫെർട്ടിലൈസേഷൻ, വിത്തൗട്ട് ഫെർട്ടിലൈസേഷൻ, ബിഫോർ ഫെർട്ടിലൈസേഷൻ എന്നൊക്കെ പറഞ്ഞിട്ട് എന്താ പറയുക, കുറേ സ്റ്റേറ്റ്മെൻറ്റ് വൈസ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. ഓർത്ത് വെക്കുക, ആഫ്റ്റർ ഫെർട്ടിലൈസേഷൻ ഓവ്യൂൾ ബിക്കം സീഡ്, ഓവറി ബിക്കം ഫ്രൂട്ട് എന്നല്ലേ നമ്മൾ പഠിച്ചേ. സോ ഫ്രൂട്ട് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ മെച്ചുവേർഡ് ഓർ റൈപ്പൻഡ് ഓവറി ആഫ്റ്റർ ഫെർട്ടിലൈസേഷൻ. ആഫ്റ്റർ fertilization. Clear ആണല്ലോ? This point is very important. It is a matured or ripened ovary developed after fertilization. Okay. If a fruit is formed without fertilization, ഇനി ഒരു ഫ്രൂട്ട്, എല്ലാ ഫ്രൂട്ട്സ് ഫെർട്ടിലൈസേഷൻ വഴി മാത്രമാണ് ഉണ്ടാകുന്നത്? എല്ലാ ഫ്രൂട്ട്സിനും ഫെർട്ടിലൈസേഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് നടക്കുന്നുണ്ടോ? അങ്ങനെ ഉറപ്പൊന്നുമില്ല. സോ ഒരു ഫ്രൂട്ട് ഫെർട്ടിലൈസേഷൻ ഇല്ലാണ്ടാണ് ഡെവലപ്പ് ചെയ്തിട്ടുള്ളതെന്നുണ്ടെങ്കിൽ, ഇഫ് എ ഫ്രൂട്ട് ഫോംഡ് വിത്തൗട്ട് ഫെർട്ടിലൈസേഷൻ ആണെന്നുണ്ടെങ്കിൽ, ഓവറിയുടെ ഫെർട്ടിലൈസേഷനിലൂടെ അല്ലാണ്ടാണ് ഒരു ഫ്രൂട്ട് ഡെവലപ്പ് ചെയ്തതെന്നുണ്ടെങ്കിൽ, ഇറ്റ് ഈസ് കോൾഡ് ആസ് പാർത്തനോകാർപ്പിക് ഫ്രൂട്ട്. ഇറ്റ് ഈസ് കോൾഡ് ആസ് പാർത്തനോകാർപ്പിക് ഫ്രൂട്ട്. ക്ലിയർ ആണോ മക്കളെ? ഇറ്റ് ഈസ് കോൾഡ് ആസ് പാർത്തനോകാർപ്പിക് ഫ്രൂട്ട്. എന്താണ് പാർത്തനോകാർപ്പിക് ഫ്രൂട്ട് എന്ന് പറയുന്നത്? എന്താണ് മക്കളെ പാർത്തനോകാർപ്പിക് ഫ്രൂട്ട്? എല്ലാവരും എൻ്റെ കൂടെ തന്നെ അല്ലേ? ഓക്കെ, ആരും ഉറങ്ങുന്നില്ലല്ലോ. സോ പാർത്തനോകാർപ്പിക് ഫ്രൂട്ട് എന്ന് പറയുന്നത് ഒരു ഫ്രൂട്ട് ഈ പറയുന്ന ഓവറിയുടെ ഫെർട്ടിലൈസേഷൻ ഇല്ലാണ്ടാണ് ഡെവലപ്പ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ, ഇറ്റ് ഈസ് ഡെവലപ്ഡ് വിത്തൗട്ട് ഫെർട്ടിലൈസേഷൻ ഓഫ് ഓവറി ആണെങ്കിൽ, ഇറ്റ് ഈസ് നോൺ ആസ് പാർത്തനോകാർപ്പിക് ഫ്രൂട്ട്സ്. ഇറ്റ് ഈസ് നോൺ ആസ് പാർത്തനോകാർപ്പിക് ഫ്രൂട്ട്സ്. ക്ലിയർ? സോ ഇത്രയാണ് നമ്മൾക്ക് ഫ്രൂട്ട്സിൻ്റെ ഒരു ജനറൽ ഔട്ട്ലൈൻ എന്ന് പറയുന്നത്. എന്താണ് ഫ്രൂട്ട്, ഫ്രൂട്ട് എന്തിൽ നിന്നും ഡെവലപ്പ് ചെയ്തതാണ് എന്നുള്ളതിൻ്റെയൊക്കെ ഒരു ഔട്ട്ലൈൻ. ഇനി പറയുന്ന ഫ്രൂട്ടിനും ലെയേഴ്സ് ഉണ്ടാവത്തില്ലേ? ഒരു സിംഗിൾ ലെയർ ആയിരിക്കുമോ? നെവർ. അതായത് അവർക്ക് പ്രൊട്ടക്റ്റീവ് ലെയർ ഉണ്ടാകും, ഇന്നർ ലെയർ ഉണ്ടാകും, ഹാർഡ് ലെയർ ഉണ്ടാകും, സോഫ്റ്റ് ലെയർ ഉണ്ടാകും. സോ we have to classify, or we have to be consist of that fruit, that is it consists of a wall or pericarp and seeds. ഫ്രൂട്ടിൽ എന്തുണ്ടാകും? ഒരു ബോൾ, പെരികാർപ്പ് ഉണ്ടാകും, അതുപോലെ തന്നെ സീഡും ഉണ്ടാകും. ക്ലിയർ ആണല്ലോ മക്കളെ? ഇനി ഈ പറയുന്ന പെരികാർപ്പ് അല്ലെങ്കിൽ വാൾ എന്ന് പറയുന്നത്, വാൾ അല്ലെങ്കിൽ അതിനെ പറയുന്നതാണ് ദാറ്റ് ഈസ് പെരികാർപ്പ്. വാൾ അല്ലെങ്കിൽ പെരികാർപ്പ് ഇവരെന്ന് പറയുന്നത് ഇറ്റ് മേ ബി ഡ്രൈ. അതെന്താവാം? ഡ്രൈ ആവാം അല്ലെങ്കിൽ ഫ്ലഷ് ആവാം. രണ്ട് ചാൻസസും ഉണ്ട്. ഒന്നെങ്കിൽ ഡ്രൈ ടൈപ്പ് ആവാം അല്ലെങ്കിൽ ഫ്ലഷ് ടൈപ്പ് ആവാം. ക്ലിയർ? ഇറ്റ് മേ ബി ഡ്രൈ ഓർ ഫ്ലഷി. ഇനി ഈ പറയുന്ന പെരികാർപ്പ് ഡ്രൈ ആവാം ഫ്ലഷി ആവാം എന്ന് പറഞ്ഞു. അതുപോലെ ഇഫ് ഇറ്റ് ഇസ് തിക്ക്, എന്താണ്? ഇഫ് ഇറ്റ് ഇസ് തിക്ക് ആൻഡ് ഫ്ലഷി, തിക്കും ഫ്ലഷിയും ആണെന്നുണ്ടെങ്കിൽ അതിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? വീണ്ടും ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. നമ്മൾ പറഞ്ഞു ഒരു ബോൾ അല്ലെങ്കിൽ പെരികാർപ്പ് ഉണ്ടെന്നുള്ളത്, ഇത് ഭയങ്കര തിക്കാണ് ഫ്ലഷി ആണെന്നുണ്ടെങ്കിൽ അതിനെ വീണ്ടും നമുക്ക് ഡിഫറൻഷിയേറ്റ് ചെയ്യാം. എങ്ങനെയൊക്കെ ആയിട്ട്? ദാറ്റ് ഈസ് ഔട്ടർ എപ്പികാർപ്പ്, മിഡിൽ മീസോകാർപ്പ് ആൻഡ് ദ ഇന്നർ എൻഡോകാർപ്പ് എന്നിങ്ങനെ 3 ലെയേഴ്സ് ആയിട്ട് നമുക്ക് പറയാൻ വേണ്ടിയിട്ട് പറ്റും. ഔട്ടർ എപ്പികാർപ്പ്, മിഡിൽ മീസോകാർപ്പ് ആൻഡ് ദ ഇന്നർ എൻഡോകാർപ്പ്. ഔട്ടർ എപ്പികാർപ്പ്, മിഡിൽ മീസോകാർപ്പ് ആൻഡ് ദ ഇന്നർ എൻഡോകാർപ്പ് എന്നിങ്ങനെ 3 ലെയേഴ്സ് ആയിട്ട് നമ്മൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ വാളിനെ അല്ലെങ്കിൽ പെരികാർപ്പിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ക്ലിയർ ആണല്ലോ? ക്ലിയർ ആണല്ലോ? ഏതൊക്കെയായിരുന്നു മക്കളെ ആ 3 ലെയേഴ്സ് എന്ന് പറയുന്നത്? ദാറ്റ് ഈസ് ഔട്ടർ എപ്പികാർപ്പ്, മിഡിൽ മീസോകാർപ്പ് ആൻഡ് ദ ഇന്നർ എൻഡോകാർപ്പ്. ക്ലിയർ ആണല്ലോ? സോ 2 കൈൻഡ് ഉണ്ടാവും. ഇറ്റ് മേ ബി ഡ്രൈ ഓർ ഫ്ലഷി. അങ്ങനെ തിക്ക് ഫ്ലഷി ആണെന്നുണ്ടെങ്കിൽ, തിക്കർ ആൻഡ് ഫ്ലഷി ആണെന്നുണ്ടെങ്കിൽ ആ ഒരു വാളിനെ അല്ലെങ്കിൽ പെരികാർപ്പിനെ എനിക്ക് വീണ്ടും എന്ത് ചെയ്യാൻ പറ്റും? ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ദാറ്റ് ഈസ് ദ ഔട്ടർ എപ്പികാർപ്പ്, മിഡിൽ മീസോകാർപ്പ് ആൻഡ് ദ ഇന്നർ എൻഡോകാർപ്പ്. ക്ലിയർ ആണല്ലോ? സോ നമ്മൾ ഇനി എന്ത് ചെയ്യാണ്? നമ്മൾ മാംഗോ ഒരു എക്സാമ്പിൾ ആയിട്ട് എടുക്കാൻ പോവാണ്. മാംഗോ, അതുപോലെ തന്നെ കോക്കനട്ട് എന്ന് പറയും. ഈ മാംഗോ ആണെങ്കിലും കോക്കനട്ട് ആണെങ്കിലും ഇവരുടെ ഫ്രൂട്ടിനെ നമുക്ക് വിളിക്കുന്ന പേരാണ് മക്കളെ, ദാറ്റ് ഈസ് ദ ഡ്രൂപ്പ്. ഫ്രൂട്ടിനെ എന്താ വിളിക്കുക? ഡ്രൂപ്പ് എന്നാണ് വിളിക്കുക. മാംഗോയിലായിക്കോട്ടെ കോക്കനട്ടിലായിക്കോട്ടെ, ഫ്രൂട്ട് ഈസ് നോൺ ആസ് ഡ്രൂപ്പ്. ഫ്രൂട്ട് എന്താണ്? ഡ്രൂപ്പാണ്. മാംഗോയിലും കോക്കനട്ടിലൊക്കെ ഫ്രൂട്ട് എന്താണ്? ഡ്രൂപ്പാണ്. സോ അതിൻ്റെ ഫിഗർ ഇവിടെ തന്നിട്ടുണ്ട്. സീ ദിസ്. ഓക്കെ, മാംഗോ ആൻഡ് കോക്കനട്ട്. ഇവരുടെ ഫ്രൂട്ടിനെ വിളിക്കുന്ന പേരെന്താണ് മക്കളെ? ഇവരുടെ ഫ്രൂട്ടിനെ വിളിക്കുന്ന പേരെന്താണ്? വേഗം പറ. ദാറ്റ് ഈസ് ഡ്രൂപ്പ്. ഓക്കെ, ഡ്രൂപ്പ് എന്നാണ് മാംഗോയുടെയും കോക്കനട്ടിൻ്റെയും ഫ്രൂട്ടിനെ വിളിക്കുന്നത്. ആൻഡ് ദേ ഡെവലപ്പ് ഫ്രം മോണോകാർപ്പല്ലറി.
superior ovaries and are one seeded. ഇവരുടെ പ്രത്യേകത എന്താണ്? ഇവർ മോണോകാർപ്പല്ലറി സുപ്പീരിയർ ഓവറീസിൽ നിന്നുമാണ് ഡെവലപ്പ് ചെയ്യുന്നത്. ആൻഡ് ദേ ആർ വൺ സീഡഡ്. കോക്കനട്ട് ആയിക്കോട്ടെ മാംഗോ ആയിക്കോട്ടെ എന്ന് വെച്ചാൽ ഡ്രൂപ്പ്, ഇവരെങ്ങനെയാണ് ഡെവലപ്പ് ചെയ്യുന്നത്? മോണോകാർപ്പല്ലറി സുപ്പീരിയർ ഓവറീസ്. മോണോകാർപ്പല്ലറി എന്ന് വെച്ചാൽ എന്താണ്? സിംഗിൾ കാർപ്പലായിരിക്കും ഉണ്ടാവുക. നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു മോർ ദാൻ വൺ കാർപ്പൽസ് വരുന്ന ഒരു കേസിൽ അവർക്ക് രണ്ട് കൈൻഡ്സ് ഓഫ് കാര്യങ്ങൾ കാണിക്കാൻ വേണ്ടിയിട്ട് പറ്റും. വെദർ ഇറ്റ് ഈസ് യുണൈറ്റഡ് ആവാം അല്ലെങ്കിൽ ഫ്രീ ആയിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട് പറ്റും. കാർപ്പൽസ് യുണൈറ്റഡ് ആണെന്നുണ്ടെങ്കിൽ അതിനെ നമുക്ക് സിങ് കാർപ്പസ് എന്നും, ഫ്രീ ആണെന്നുണ്ടെങ്കിൽ എപ്പോ കാർപ്പസ് എന്നും പഠിച്ചു. എപ്പോ കാർപ്പസിൻ്റെ എക്സാമ്പിളായിട്ട് നമ്മൾ ലോട്ടസും റോസും പഠിച്ചിട്ടുണ്ടായിരുന്നു. സിങ് കാർപ്പസിന് നമ്മൾ മസ്റ്റാർഡ് പഠിച്ചിട്ടുണ്ടായിരുന്നു. ഓർക്കുന്നില്ലേ? നമ്മൾ കുറച്ച് മുന്നെയാണ് ആ കാര്യങ്ങൾ പോയത്. അത് നമ്മൾ മോർ ദാൻ വൺ കാർപ്പൽസ് വരുന്ന കേസിലാണ് പറഞ്ഞത്. ഇനി ഇവിടെ സിംഗിൾ കാർപ്പൽ ആണ് ഉള്ളത് എങ്കിൽ നമ്മൾക്കതിനെ കാർപ്പല്ലറി എന്ന് പറയാൻ പറ്റും. എന്താണ് കാർപ്പല്ലറി എന്ന് വേണ്ടിയിട്ട് പറയാം. സോ ഇങ്ങനെ കാർപ്പല്ലറി സുപ്പീരിയർ ഓവറീസിൽ നിന്നുമാണ് ഡെവലപ്പ് ചെയ്തത് എങ്കിൽ അവരെ വിളിക്കുന്ന പേരാണ് മക്കളെ ഡ്രൂപ്പ്. ഓക്കെ, ഇവിടെ ഈ ഡ്രൂപ്പ് എന്ന് പറയുന്നത് മാംഗോയും കോക്കനട്ടുമാണ് നമ്മളുടെ എക്സാമ്പിൾ. വീണ്ടും പറയാണ്, ഈ കാർപ്പല്ലറി സുപ്പീരിയർ ഓവറി എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം പ്രീവൈക്യൂസ് എടുത്ത് നോക്കിയ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് കാണാൻ പറ്റും. ആൻഡ് ഫെർദർ ഇനി നമ്മൾക്ക് വരുന്ന എക്സാംസിലും ഇറ്റ് മേ ബി എ ക്വസ്റ്റ്യൻ. ഓക്കെ, ക്ലിയർ അല്ലേ? ഇനി നമ്മൾ മാംഗോ എന്ന് പറയുന്ന ഫ്രൂട്ട് എടുക്കാം. ഓക്കെ, ഹാവ് ടു തിങ്ക് അബൌട്ട് ദ മാംഗോ. ഈ മാംഗോൻ്റെ കേസിൽ നമുക്കറിയാം അതൊരു തിക്ക് ഫ്ലഷി ലെയർ ആണല്ലോ അതിന് ഓൾറെഡി ഉള്ളത്. അതിൻ്റെ പെരികാർപ്പ് എന്ന് പറയുന്നത് തിക്ക് ഫ്ലഷി ലെയർ ആണ്. ദാറ്റ് മീൻസ് അതിനെ വീണ്ടും എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ദാറ്റ് ഈസ് നമ്മൾ നേരത്തെ എങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത്? ഫ്രൂട്ടിൻ്റെ ഡിഫറൻസിയേഷൻ ഓഫ് പെരികാർപ്പ്, ദാറ്റ് ഈസ് ഔട്ടർ എപ്പികാർപ്പ്, മിഡിൽ മീസോകാർപ്പ് ആൻഡ് ഇന്നർ എൻഡോകാർപ്പ്. എന്നാൽ മാംഗോയുടെ കേസിലോട്ട് വരുമ്പോൾ ഇറ്റ് ഈസ് ഫ്ലഷി, തിക്കർ. ഹാർഡല്ല, ഇറ്റ് ഈസ് തിക്കറാണ്, ഫ്ലഷിയാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ദ പെരികാർപ്പ് ഈസ് വെൽ ഡിഫറൻഷിയേറ്റഡ് ഇൻ ടു ഏതൊക്കെയാണ് മക്കളെ? ഔട്ടർ തിൻ എപ്പികാർപ്പ്, മിഡിൽ ഫ്ലഷി എഡിബിൾ മീസോകാർപ്പ് ആൻഡ് ഇന്നർ സ്റ്റോണി ഹാർഡ് എൻഡോകാർപ്പ്. ഇവിടെ നിങ്ങൾക്കറിയാം പെരികാർപ്പ് എന്ന് പറയുന്നത് ഡിഫറൻഷിയേറ്റ് ചെയ്താൽ നമ്മളുടെ ഔട്ടർ എപ്പികാർപ്പ്, മിഡിൽ മീസോകാർപ്പ് ആൻഡ് ഇന്നർ എൻഡോകാർപ്പാണ് ആവുക. പക്ഷേ ഇതിൻ്റെ കൈൻഡ് ഓഫ് എങ്ങനെയാണ്, അതായത് ഫ്ലഷി ആണോ, തിക്കറാണോ, തിന്നാണോ, എഡിബിൾ ആണോ എന്നുള്ളതാണ് ഇവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് എന്ന് പറയുന്നത്. എങ്ങനെയാണ്? ഔട്ടർ തിൻ എപ്പികാർപ്പാണ്. എപ്പികാർപ്പ് എങ്ങനെയാണ് മക്കളെ? ഇറ്റ് ഈസ് തിൻ. ആൻഡ് മിഡിൽ എങ്ങനത്തെയാണ്? മിഡിൽ മീസോകാർപ്പ് എങ്ങനത്തെയാണ്? ഫ്ലഷി. നമ്മൾക്കറിയാലോ മാംഗോ എന്ന് പറയുന്നത്, നിങ്ങൾ തന്നെ ആലോചിക്കുക, നമ്മളുടെ പൾപ്പ് അതാണല്ലോ മിഡിൽ ലെയർ എന്ന് പറയുന്നത്. ആ പൾപ്പാണ് മിഡിൽ ലെയർ. അതിൻ്റെ മേലെ ഉള്ളതാണ് നമ്മളുടെ ഔട്ടർ എപ്പികാർപ്പ് എന്ന് പറയുന്നത്. അത് തിന്നാണ്, അതിൽ ഡൗട്ടൊന്നുമില്ല, തിൻ എപ്പികാർപ്പ്. ആ മിഡിലുള്ളത് എങ്ങനെയാണ്? ഫ്ലഷിയാണ്. ഡ്രൈ ആണോ മാംഗോയുടെ കേസിൽ? ഒരിക്കലല്ല, ദാറ്റ് ഈസ് ഫ്ലഷി. സോ മിഡിൽ ഫ്ലഷി എഡിബിൾ മീസോകാർപ്പ്. എന്താ എഡിബിൾ എന്ന് വെച്ചാൽ കഴിക്കാൻ പറ്റുന്നത്. സോ മിഡിൽ എഡിബിൾ മീസോകാർപ്പ് എങ്ങനെയാണ്? ഫ്ലഷിയാണ്. ആൻഡ് ഇന്നർ സ്റ്റോണി ഹാർഡ് എൻഡോകാർപ്പ്. അതിൻ്റെ ഇന്നർ സ്റ്റോണി ഹാർഡ് എൻഡോകാർപ്പ് എന്ന് പറയുമ്പം ഏത് പോർഷനെയാണ് റിപ്രസെൻ്റ് ചെയ്യുന്നത്? സീഡിനെയാണ് റിപ്രസെൻ്റ് ചെയ്യുന്നത്. അതാണ് ഞാൻ പറഞ്ഞത്. മാംഗോ എന്ന് പറയുന്നതിനെ പറ്റിയിട്ട് നിങ്ങൾ ആലോചിക്കുക. ആ ഒരു മാംഗോനെ പറ്റി ആലോചിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് കിട്ടും. അത് കുറേ കാണാണ്ട് പഠിക്കണം എന്നല്ല, നിങ്ങൾക്ക് ആലോചിച്ചാൽ തന്നെ കമ്പയർ ചെയ്താൽ തന്നെ നിങ്ങൾക്ക് കിട്ടും. കമ്പയർ ചെയ്ത് പഠിച്ചാൽ നെക്സ്റ്റ് നിങ്ങൾക്ക് കിട്ടും. ക്ലിയർ ആണല്ലോ മക്കളെ? ഇനി ഇൻ കോക്കനട്ട് വിച്ച് ഈസ് ഓൾസോ എ ഡ്രൂപ്പ് ദ മീസോകാർപ്പ് ഈസ് ഫൈബ്രസ്. ഇവിടെ പറഞ്ഞു കോക്കനട്ട് എന്ന് പറയുന്നതും ഒരു ഡ്രൂപ്പാണ്. മോണോകാർപ്പല്ലറി സുപ്പീരിയർ ഓവറിൽ നിന്നും ഡെവലപ്പ് ചെയ്യുന്ന ഫ്രൂട്ടാണ്. സോ വൺ സീഡഡ് ആണ്. ഇതൊക്കെ നമ്മൾ പറഞ്ഞതാ. ഇവിടെയും പെരികാർപ്പ് എന്ത് ചെയ്തിട്ടുണ്ട്? ഡിഫറൻഷിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതിനും ഔട്ടർ എന്തുണ്ട്? എപ്പികാർപ്പ് ഉണ്ട്, മിഡിൽ മീസോകാർപ്പ് ഉണ്ട്, ഇന്നർ എൻഡോകാർപ്പ് ഉണ്ട്. എന്താണ് ഡിഫറൻസ് മക്കൾ പറ? നേരത്തെ നമ്മളുടെ മീസോകാർപ്പ് എന്ന് പറയുന്നത്, അതായത് മാംഗോയുടെ കേസ് എടുക്കുകയാണെങ്കിൽ മീസോകാർപ്പ് എന്ന് പറയുന്നത് ഫ്ലഷി എഡിബിൾ മീസോകാർപ്പ് ആയിരുന്നു. എന്നാൽ നമ്മളുടെ കോക്കനട്ടിൻ്റെ കേസിലെ മീസോകാർപ്പ് എന്ന് പറയുന്നത് എങ്ങനെയാണ് മക്കളെ? ദാറ്റ് ഇസ് ഫൈബ്രസ്. മീസോകാർപ്പ് എങ്ങനെയാണ്? ഫൈബ്രസ് ആണ്. മീസോകാർപ്പ് എന്ന് പറയുന്നത് എന്താണ്? ദാറ്റ് ഇസ് ഫൈബ്രസ്. ക്ലിയർ ആണല്ലോ? കോക്കനട്ടിൻ്റെ കേസിൽ മീസോകാർപ്പ് എന്ന് പറയുന്നത് ഫൈബ്രസ് ആണ്. ഓക്കെ, സോ ഇത്രയാണ് നമുക്ക് എന്തിനു വേണ്ടി പഠിക്കാനുള്ളത്? ഫ്രൂട്ടിനെ പറ്റിയിട്ട് പഠിക്കാനുള്ളത്. ഈ ഒരു ഡയഗ്രാം ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഞാൻ പറഞ്ഞു ഔട്ടർ എപ്പികാർപ്പ്, ആ ഒരു മേലെയുള്ള അതിൻ്റെ കവറിങ്. ഓക്കെ, ഔട്ടർ എപ്പികാർപ്പ് ഇതാണ് ഞാൻ പറഞ്ഞത്. നമ്മൾ കഴിക്കുന്ന ഭാഗം ദർ ഇസ് എ പൾപ്പ്. ഓക്കെ, അതെങ്ങനെയാണ്? ഫ്ലഷിയാണ്. സോ മീസോകാർപ്പാണ്. മീസോകാർപ്പിൻ്റെ മാംഗോയിലത്തെ പ്രത്യേകത എന്ന് പറയുന്നത് ഫ്ലഷിയാണ്. ഇതിൻ്റെ പ്രത്യേകത തിന്നാണ്, ഔട്ടർ തിൻ. ആൻഡ് ദിസ് ഇസ് മിഡിൽ ഫ്ലഷി എഡിബിൾ മീസോകാർപ്പ്.
സീഡ് എന്ന് പറയുന്നത് ഹാർഡാണ്. ഓക്കെ, സീഡ് എന്ന് പറയുന്നത് എന്താണ് മക്കളെ? ഹാർഡാണ്. ഓക്കെ അല്ലേ? ആൻഡ് ദിസ് ഇസ് ദ എൻഡോകാർപ്പ്. ക്ലിയർ ആണല്ലോ? ആൻഡ് ഇവിടുത്തെ കേസിൽ വരുമ്പം ഇതാണ് നമ്മുടെ മീസോകാർപ്പ്. ഇവിടെ ഇതാണ് മീസോകാർപ്പ് എന്നുണ്ടെങ്കിൽ ഇവിടെ ഈ കാണുന്ന ഫൈബ്രസ് ആയിട്ടുള്ള പാർട്ടാണ് മീസോകാർപ്പ് എന്ന് പറയുന്നത്. ആൻഡ് ദിസ് ഈസ് ദ സീഡ്, ദിസ് ഈസ് ദ എപ്പികാർപ്പ്. ക്ലിയർ ആണല്ലോ? ഇത്രയും കാര്യങ്ങൾ ഓക്കെ അല്ലേ മക്കളെ? ഡൗട്ടൊന്നും ഇല്ലല്ലോ ഇതിൽ? സോ ഈ ഒരു ഡയഗ്രാം ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഇതുവരെ പറഞ്ഞ ഓരോ കാര്യങ്ങളും ഇമ്പോർട്ടൻ്റ് ആണ്. ആൻഡ് വി ഹാവ് കംപ്ലീറ്റഡ് ദ ഫ്ലവർ ഓർ ദ ഇൻഫ്ലോറസൻസ്. അതുപോലെ തന്നെ നമ്മൾ ഫ്രൂട്ടും കംപ്ലീറ്റ് ചെയ്തു. ആൻഡ് നൗ വി ആർ എൻട്രിങ് ടു ദ സീഡ്. നമ്മൾ ഫ്ലവർ കഴിഞ്ഞു, ഫ്രൂട്ട് കഴിഞ്ഞു. ഇനി നമ്മൾ എന്താണ് മക്കളെ? സീഡാണ്. ഓവറി ഫ്രൂട്ടായി മാറും. ഓക്കെ, ഓവറി എന്തായിട്ട് മാറും? ഫ്രൂട്ടായിട്ട് മാറും. അങ്ങനെയാണെങ്കിൽ സീഡ് എവിടെ നിന്നാണ്? ഇറ്റ് ഈസ് ഫ്രം ദ ഒവ്യൂൾ. ഒവ്യൂൾ ആണ് സീഡായിട്ട് മാറുന്നത് ഫെർട്ടിലൈസേഷന് ശേഷം. ക്ലിയർ ആണോ? ഓക്കെ ആണല്ലോ? സീഡിനെ പറ്റി നമുക്ക് കുറച്ചധികം പഠിക്കാനുണ്ട്. കാരണം സീഡ് എന്ന് പറയുന്നത് 2 ടൈപ്പ് ഓഫ് സീഡ്സ് ഉണ്ട്. ഡൈക്കോട്ട് സീഡ് ഉണ്ട്, മോണോക്കോട്ട് സീഡ് ഉണ്ട്. ഓക്കെ, അതിൻ്റെ സ്ട്രക്ചേഴ്സ് നമുക്ക് പഠിക്കാൻ വേണ്ടിയിട്ടുണ്ട്. ഇനി ഓവ്യൂൾസ് ആഫ്റ്റർ ഫെർട്ടിലൈസേഷന് ശേഷം ഞാൻ പറഞ്ഞു ഓവറി ഫ്രൂട്ട് ആവും, ഓവ്യൂൾ എന്തായിട്ട് മാറും? സീഡായിട്ട് മാറും. അത് തന്നെ ഇവിടെയും പറയുന്നത് ഓവ്യൂൾസ് ആഫ്റ്റർ ഫെർട്ടിലൈസേഷൻ ഡെവലപ്സ് ഇൻ ടു സീഡ്സ്. A seed is made up of a seed coat. ഇനി സീഡിൻ്റെ സ്ട്രക്ചറാണ് പറയുന്നത്. ഇറ്റ് ഈസ് മെയ്ഡ് അപ്പ് ഓഫ് എ സീഡ് കോട്ട്. സീഡ് എന്ന് പറയുന്നത് ഉണ്ടാക്കിയിരിക്കുന്നത് ഒരു സീഡ് കോട്ട് വെച്ചിട്ടാണ്. സീഡ് ഈസ് മെയ്ഡ് അപ്പ് ഓഫ് എ സീഡ് കോട്ട് ആൻഡ് ആൻ എംബ്രിയോ. സീഡിൽ ആരൊക്കെയുണ്ട് മക്കളെ? സീഡ് കോട്ടുണ്ട്, അതുപോലെ തന്നെ സീഡ് കോട്ടുണ്ട്, എംബ്രിയോയുണ്ട്. ക്ലിയർ ആണോ? സീഡ് ഈസ് മെയ്ഡ് അപ്പ് ഓഫ് സീഡ് കോട്ട് ആൻഡ് ആൻ എംബ്രിയോ. ഇനി പറയുന്ന എംബ്രിയോയോ? Embryo is made up of radicle. Embryo is made up of a radicle, embryonal axis and 1 or 2 cotyledons. സീഡിൽ ആരൊക്കെയുള്ളത്? സീഡ് കൺസിസ്റ്റ് ഓഫ് എന്താണ് മക്കളെ? സീഡ് കൺസിസ്റ്റ് ഓഫ് എന്താണ്? ഇറ്റ് ഈസ് മെയ്ഡ് അപ്പ് ഓഫ്, ഇവിടെ 2 പേരെയാണ് നമുക്ക് പഠിക്കാനുള്ളത്, സീഡ് കോട്ട് ആൻഡ് എംബ്രിയോ. സീഡ് എന്ന് പറയുന്നത് കൺസിസ്റ്റ് ഓഫ് സീഡ് കോട്ട് ആൻഡ് എംബ്രിയോ. ക്ലിയർ? എന്നാൽ ഈ എംബ്രിയോ എന്ന് പറയുന്നത് ഉണ്ടാക്കിയിരിക്കുന്നത് ബൈ എന്തൊക്കെയാണ്? റാഡിക്കൽ, അതുപോലെ തന്നെ എംബ്രിയോണൽ ആക്സസ്, മൂന്നാമത്തതാണ് കോട്ട്ലിഡൻ. സീഡിൽ 2 കൺസിസ്റ്റിംഗ് ആയിട്ട് ആൾക്കാരാണുള്ളത്. ഒന്നെന്ന് പറയുന്നത് സീഡ് കോട്ടും, രണ്ടാമത്തെന്ന് പറയുന്നത് എംബ്രിയോയും. ഇനി പറയുന്ന എംബ്രിയോനിൽ വീണ്ടും 3 ആൾക്കാരുണ്ട് കൺസിസ്റ്റ് ചെയ്തിട്ട്. ഒന്നാമത്തെ ആളാണ് മക്കളെ റാഡിക്കൽ, രണ്ടാമത്തേത് നമ്മൾ എംബ്രിയോണൽ ആക്സസ്, മൂന്നാമത്തേത് കോട്ട്ലിഡൻ. ഈ പറയുന്ന കോട്ട്ലിഡൻ്റെ നമ്പറിൻ്റെ ബേസിസിലാണ് നമ്മൾക്ക് സീഡിനെ ക്ലാസിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുക. ക്ലിയർ? ആ സീഡിൻ്റെ അകത്തുള്ള കോട്ട്ലിഡൻ എന്ന് പറയുന്നത് ഇറ്റ് മേ ബി 1 ഓർ ഇറ്റ് മേ ബി 2. ക്ലിയർ? നമ്മളുടെ എംബ്രിയോൻ്റെ അകത്ത് ഒരു സിംഗിൾ കോട്ട്ലിഡൻ ഉണ്ടാവാം, അല്ലെങ്കിൽ 2 കോട്ട്ലിഡൻ ഉണ്ടാവാം. ഇങ്ങനെ സിംഗിൾ കോട്ട്ലിഡൻ ഉണ്ടാവുന്ന സീഡ്സിൻ്റെ എക്സാമ്പിളാണ് വീറ്റ് ആൻഡ് മെയ്സ്. എന്തായിരുന്നു? വീറ്റും മെയ്സും. ക്ലിയർ ആണല്ലോ? ഇനി ഡബിൾ കോട്ട്ലിഡൻ ഉള്ളതിൻ്റെ എക്സാമ്പിളാണ് മക്കളെ ഗ്രാം ആൻഡ് പി. എന്തായിരുന്നു എക്സാമ്പിൾ? ഗ്രാം ആൻഡ് പി. ക്ലിയർ ആയോ? എന്തൊക്കെയായിരുന്നു? വീണ്ടും പറയാണ്. സിംഗിൾ കോട്ട്ലിഡൻ ഉണ്ടാവുന്ന പ്ലാന്റ്സിൻ്റെ എക്സാമ്പിളാണ് വീറ്റ് ആൻഡ് മെയ്സ്, ആൻഡ് ഡബിൾ കോട്ട്ലിഡൻ്റെ എക്സാമ്പിളാണ് ഗ്രാം ആൻഡ് പി. ക്ലിയർ? ഓക്കെ ആണോ മക്കളെ? സോ ഇതോടുകൂടെ നമ്മൾ സീഡിൻ്റെ ഔട്ട്ലൈൻ പഠിച്ചു തീർന്നിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ഡൈക്കോട്ട്ലിഡനസ് സീഡ്സും ഉണ്ട്, മോണോകോട്ട്ലിഡനസ് സീഡ്സും ആണ് പഠിക്കാനുള്ളത്. കുറച്ചധികം വൃത്തിക്ക് പഠിക്കേണ്ട ഒരു ഏരിയയാണ് ഡൈക്കോട്ട് സീഡും മോണോക്കോട്ട് സീഡും. കാരണം ഇതിലത്തെ ഈ ഡയഗ്രാംസ് ഒക്കെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഡയഗ്രാംസ് ഒക്കെ നമുക്ക് എന്ത് ചെയ്യും? എക്സാമിന് അങ്ങനെ തന്നെ ചോദിക്കാറുണ്ട്. നമ്മൾ കൺഫ്യൂസ്ഡ് ആയിട്ട് പോകും. ഇതിലേതാണ് മൈക്രോഫൈൽ, ഏതാണ് ഹൈലം മാർക്ക് ചെയ്യേണ്ടത് എന്നുള്ളതൊക്കെ കൺഫ്യൂസ്ഡ് ആയിട്ട് പോകും. അതുകൊണ്ട് തുടങ്ങുന്നതിന് മുന്നേ തന്നെ പറയാണ്, ഈച്ച് ആൻഡ് എവറി ഡയഗ്രാമാറ്റിക് പോർഷൻ ഈസ് ഇമ്പോർട്ടൻറ്റ് ഇൻ ദിസ് പോർഷൻ. ഓക്കെ, ഓരോരോ സ്കിമാറ്റിക് ഡയഗ്രാംസും ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് ഈ ഒരു പോർഷൻ്റെ. അതിൽ ലാബലിങ്ങും അതിലാറ് ഇമ്പോർട്ടൻ്റ്. കാരണം സിംപ്ലി ഞാനൊരു കാര്യം പറഞ്ഞുതരാം. ഈ ഒരു സാധനത്തിനെ തിരിച്ചിട്ട് തരുവാണ്. ഇങ്ങനെ തിരിച്ചിട്ട് തന്നിട്ട് നിങ്ങളടുത്ത് ഇവിടെ ഹൈലം ഏതാണ് മൈക്രോഫൈൽ എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഡൗട്ടായി പോകും. ഈവൻ നമ്മൾ ആരാണെങ്കിലും കൺഫ്യൂസ്ഡ് ആയിട്ട് പോകും. അതുകൊണ്ടാണ് പറയുന്നത് സ്കിമാറ്റിക് ഡയഗ്രത്തിൻ്റെ ലാബലിങ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അതിന് ഇമ്പോർട്ടൻസ് കൊടുത്ത് തന്നെ പഠിക്കുക. ഓക്കെ, വരച്ച് തലയിൽ നിൽക്കാത്ത ആൾക്കാരാണെന്നുണ്ടെങ്കിൽ വരച്ച് തന്നെ പഠിക്കുക. ഓക്കെ, നിങ്ങൾ നല്ല അടിപൊളിയായിട്ട് ഷെയ്ഡൊക്കെ ചെയ്ത് HB പെൻസിൽ വെച്ച് വരക്കണം, അങ്ങനെയല്ല പറയുന്നത്. റഫായിട്ട് വരക്കുക, ലാബിൽ ചെയ്യുക. റഫായിട്ട് വരച്ചിട്ടാവും ഓക്കെ ഇങ്ങനെ കണ്ട് വരക്കുന്നു, ഇതാവും.
ഓക്കെ, ഇതാണ് ഹൈലം, മേൽഹൈലം, താഴെ മറ്റത്, അങ്ങനെ ഇങ്ങനെ പഠിക്കാണ്ട് പഠിക്കുന്നത് നല്ല വൃത്തിക്ക് പഠിക്കാം, ക്ലാരിറ്റിയോട് കൂടെ പഠിക്കാം. ക്ലിയർ ആണല്ലോ മക്കളെ? അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഡൈക്കോട്ടിലിഡനസ് സീഡ്സിൻ്റെ സ്ട്രക്ചറിലോട്ട് മൂവ് ഓൺ ചെയ്യാം. സീഡ് എന്ന് പറയുന്നതിൻ്റെ ഔട്ടർ മോസ്റ്റ് കവറിങ് എന്ന് പറയുന്നതാണ് സീഡ് കോട്ട്. അതിൽ കൺഫ്യൂഷൻ ഒന്നും ഇല്ല എല്ലാവർക്കും? ഒരു സീഡിൻ്റെ ഔട്ടർ മോസ്റ്റ് കവറിങ് ആണ് മക്കളെ എന്ത്, സീഡ് കോട്ട് എന്ന് പറയുന്നത്. ഇനി ഈ പറയുന്ന സീഡ് കോട്ടിനും 2 ലെയേഴ്സ് ഉണ്ട്. ഒരു സീഡിൻ്റെ ഔട്ടർ മോസ്റ്റ് കവറിങ് ആണ് സീഡ് കോട്ട്. ഓക്കെ, ഈ സീഡ് കോട്ടിനും എന്തുണ്ട്, വീണ്ടും ലെയേഴ്സ് ഉണ്ട്. ദാറ്റ് ഈസ് ദ ഔട്ടർ ടെസ്റ്റ ആൻഡ് ദ ഇന്നർ ടെഗ്മെന്റ്. സീഡ് കോട്ടിൻ്റെ 2 ലെയേഴ്സ് ആണ് മക്കളെ, ഏതൊക്കെ? ദാറ്റ് ഈസ് ദ ഔട്ടർ ടെസ്റ്റ ആൻഡ് ദ ഇന്നർ ടെഗ്മെന്റ്. ഔട്ടർ ടെസ്റ്റ ആൻഡ് ഇന്നർ ടെഗ്മെന്റ്. ക്ലിയർ ആണല്ലോ? ദ ഹൈലം ഈസ് എ സ്കാർ ഓൺ ദ സീഡ് കോട്ട്. ഈ സീഡ് കോട്ടിലൊരു സ്കാർ ഉണ്ട് ആൻഡ് ഇറ്റ് ഈസ് നോൺ ആസ് ഹൈലം. സീഡ് കോട്ടിൽ കാണുന്ന ഒരു സ്കാർ ആണ് മക്കളെ ഹൈലം എന്ന് പറയുന്നത്. ഈ പറയുന്ന ഹൈലത്തിലൂടെയാണ് എന്ത് നടക്കുന്നത്, ഡെവലപ്പ് ചെയ്യുന്ന സീഡ്സ് ആരുമായിട്ട് അറ്റാച്ച് ചെയ്യുക, നമ്മളുടെ ഫ്രൂട്ടുമായിട്ട് അറ്റാച്ച് ചെയ്യുക. ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന സീഡ് ഫ്രൂട്ടുമായിട്ട് ഒരു അറ്റാച്ച്മെൻറ്റ് വേണമല്ലോ, ഒരു അവർക്കിടയിൽ ഒരു കണക്ഷൻ വേണമല്ലോ. ആ ഒരു കണക്ഷൻ ആര് കാരണമാണ് ഉണ്ടാവുന്നത്, ഈ ഹൈലത്തിലെ സ്കാർ കാരണമാണ് ഉണ്ടാവുന്നത്. ആക്ച്വലി ആ സ്കാറാണ് ഹൈലം. ഹൈലത്തിലെ സ്കാർ എന്ന് പറയാൻ പറ്റത്തില്ല, ആ ഒരു സ്കാറാണ് ഹൈലം എന്ന് പറയുന്നത്. ക്ലിയർ ആയോ മക്കളെ? ഈ ഒരു കാര്യം ക്ലിയർ ആയോ? 3 കാര്യങ്ങളാണ് ഞാൻ ഇപ്പോൾ ഡൈക്കോട്ട് സീഡ്സിൽ പറഞ്ഞിട്ടുള്ളൂ. ഒന്നാമത്തെ നമ്മളുടെ സീഡിൻ്റെ ഔട്ടർ മോസ്റ്റ് കവറിങ് ആണ് സീഡ് കോട്ട് എന്ന് പറയുന്നത്. ഇനി ഈ പറയുന്ന സീഡ് കോട്ടിനും 2 ലെയേഴ്സ് ഉണ്ട്. ദാറ്റ് ഈസ് ദ ഔട്ടർ ടെസ്റ്റ ആൻഡ് ഇന്നർ ടെഗ്മെന്റ്. ഔട്ടർ ടെസ്റ്റയും അതുപോലെ തന്നെ ഇന്നർ ടെഗ്മെനും, ഇങ്ങനെ 2 ലെയേഴ്സ് ഉണ്ട്. അതുപോലെ അവിടെയുള്ള മറ്റൊരാളാണ് ഹൈലം എന്ന് പറയും. എന്താണ് ഹൈലം? ഇറ്റ് ഈസ് ദ സ്കാർ. എന്താണ്? ഇറ്റ് ഈസ് ദ സ്കാർ ഓൺ ദ സീഡ് കോട്ട് ത്രൂ വിച്ച് ദ ഡെവലപ്പിംഗ് സീഡ്സ് വർ അറ്റാച്ച്ഡ് ടു ദ ഫ്രൂട്ട്. ഡെവലപ്പിംഗ് സീഡ്സ് ഫ്രൂട്ടുമായിട്ട് അറ്റാച്ച് ചെയ്യുന്ന ഭാഗമാണ് മക്കളെ ഹൈലം എന്ന് പറയും. നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുന്നുണ്ടാവും. ഇതിലൂടെയാണ് ആര് അറ്റാച്ച് ചെയ്യുക, നമ്മളുടെ ഡെവലപ്പിംഗ് സീഡ്സും ഫ്രൂട്ടും തമ്മിലുള്ള അറ്റാച്ച്മെൻറ്റ് ഉണ്ടാവുക. ക്ലിയർ? സോ എബവ് ദി ഹൈലം, ഈ ഒരു ഹൈലത്തിൻ്റെ മേലെയായിട്ട് നമ്മൾക്ക് എന്തുണ്ട്, ഒരു കുഞ്ഞു പോറുണ്ട്. ഓക്കെ, ഒരു കുഞ്ഞു പോറുണ്ട്. അതിനെ വിളിക്കുന്ന പേരാണ് മൈക്രോപൈൽ. ഈ മൈക്രോപൈലും ഹൈലും മക്കളെ മിക്ക കുട്ടികളും തെറ്റിക്കും, മിക്ക പേരും തെറ്റിക്കും. കാരണം എന്താണെന്ന് വെച്ചാൽ ഡയഗ്രത്തിൽ ഇവർ കാണിച്ചതുപോലെയല്ല നമ്മളെടുത്ത് പറഞ്ഞത്. അതുകൊണ്ട് മക്കളെ പറഞ്ഞിട്ട് കാര്യമില്ല, പക്ഷെ നമ്മൾ പഠിച്ചേ പറ്റൂ. ഇവിടെ ഇവർ കാണിച്ചിട്ടുള്ളത് ഇത് ഹൈലവും ഇവിടെ മൈക്രോപൈലും. ഇവിടെ ഇവർ പറഞ്ഞിട്ടുള്ളത് എബവ് ദി ഹൈലം, ഹൈലത്തിൻ്റെ തൊട്ട് മേലെയായിട്ടൊരു പോറുണ്ട്, അതിനെ വിളിക്കുന്ന പേരാണ് മൈക്രോപൈൽ. അതാണ് ഞാൻ പറഞ്ഞത്, ഇതിനങ്ങോട്ട് തിരിച്ചു വെച്ചിട്ടുള്ള കാര്യമാണ് ഇവർ പറയുന്നത്. ക്ലിയർ ആയോ? ക്ലിയർ ആയോ മക്കളെ? സോ ഒരു സീഡിൻ്റെ കേസിൽ ഫസ്റ്റ് നമ്മൾ പഠിച്ചു സീഡ് കോട്ട്. ആ സീഡ് കോട്ടിൻ്റെ ലെയേഴ്സ് ആയിട്ടുള്ള ടെഗ്മെനും അതുപോലെ തന്നെ ടെസ്റ്റായും പഠിച്ചു, ഹൈലം പഠിച്ചു. ഹൈലത്തിൻ്റെ തൊട്ടുമേലെയുള്ള ആളാണ് നമ്മുടെ മൈക്രോപൈൽ എന്നും പഠിച്ചു. ഇനി അടുത്തത്, ഈ ഒരു സീഡ് കോട്ടിൻ്റെ അകത്ത് എന്തുണ്ടാവും, എംബ്രിയോ ഉണ്ടാവും. ഈ ഒരു സീഡ് കോട്ടിൻ്റെ അകത്ത് എന്തുണ്ടാവും മക്കളെ, ഒരു എംബ്രിയോ ഉണ്ടാകും. ഈ എംബ്രിയോയ്ക്ക് ആരൊക്കെ ഉണ്ടെന്നാണ് നമ്മൾ ഫസ്റ്റിന് പഠിച്ചത്. എംബ്രിയോ കൺസിസ്റ്റ് ഓഫ് radical, embryonal axis and 2 cotyledons or 1 cotyledon. അപ്പം ഇവിടെ അതിനെ പറയാനുള്ള സീഡ് കോട്ടിൽ എംബ്രിയോ ഉണ്ടാകും, അതിൽ കൺഫ്യൂഷൻ ഒന്നുമില്ല. ഈ എംബ്രിയോയ്ക്ക് ഇനി എന്തുണ്ടാകും, റാഡിക്കൽ ഉണ്ടാകും, എംബ്രിയോണൽ ആക്സിസ് ഉണ്ടാകും, കോട്ടിലിഡൻസ് ഉണ്ടാകും. സോ എംബ്രിയോ കൺസിസ്റ്റ് ഓഫ് എംബ്രിയോണൽ ആക്സിസ് ആൻഡ് 2 cotyledons. നമ്മൾ പഠിക്കുന്നത് സ്ട്രക്ചർ ഓഫ് ഡൈകോട്ടിലിഡനസ് സീഡാണ്. സ്ട്രക്ചർ ഓഫ് ഡൈകോട്ടിലിഡനസ് സീഡാണ്. ഡൈകോട്ടിലിഡനസ് എന്ന് പറയുമ്പം 2 കോട്ടിലിഡൻ ഉണ്ടാവും. So the embryo consists of embryonal axis and 2 cotyledons. Okay, the cotyledons are often fleshy and are full of reserve food materials. ഈ cotyledonsന്റെ പ്രത്യേകത എന്താണ്? They are fleshy and അവരെന്തായിരിക്കും, completely reserve food materials ആയിരിക്കും. They consist of reserve food materials. ക്ലിയർ ആണല്ലോ? ഓക്കെ ആണല്ലോ? ഇനി അടുത്ത 2 ends ഓഫ് ദി എംബ്രിയോണൽ ആക്സിസ്. ഈ ഒരു എംബ്രിയോണൽ ആക്സിസിൻ്റെ 2 എൻഡിലായിട്ട് അവിടെയാണ് നമുക്ക് റാഡിക്കലും പ്ലിമ്യൂളും കാണുന്നത്. എംബ്രിയോണൽ ആക്സിസിൻ്റെ 2 എൻഡിലാണ് മക്കളെ റാഡിക്കലും പ്ലിമ്യൂളും കാണുന്നത്. ഇനി ഇതെങ്ങനെയാണ് നമുക്ക് മനസ്സിലാവുന്നതെന്ന് വെച്ചാൽ, ലൈക്ക് ഞാൻ എപ്പോഴും മക്കളോട് പറയുന്നതാണ് റാഡിക്കൽ ഓഫ് ഫ്രൂട്ട് ആൻഡ് പ്ലിമ്യൂൾ ഓഫ് സ്റ്റെം. അങ്ങനെ ഓർത്ത് വയ്ക്കുക, റാഡിക്കൽ ഓഫ് ഫ്രൂട്ട് ആൻഡ് പ്ലിമ്യൂൾ ഓഫ് സ്റ്റെം. ക്ലിയർ? അതങ്ങനെ ഓർത്ത് വെച്ചാൽ മതി. ആൻഡ് ഇവിടെ പറഞ്ഞത് എംബ്രിയോണൽ ആക്സിസിൻ്റെ 2 എൻഡിലായിട്ട് നമ്മൾക്ക് റാഡിക്കലും കാണാൻ പറ്റും, അതുപോലെ തന്നെ പ്ലിമ്യൂളും കാണാൻ വേണ്ടിയിട്ട് പറ്റും. ഇൻ സം സീഡ്സ് സച്ച് ആസ് കാസ്റ്റർ. ഇനി എക്സാമ്പിളാണ്, വെരി ഇമ്പോർട്ടൻറ്റ്, കാസ്റ്റർ. ഒരു എക്സാമ്പിളാണ് കാസ്റ്റർ. ഇവിടെ എൻഡോസ്പേമിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്, ഈ എൻഡോസ്പേം ഫോം ചെയ്യുന്നത് ഡബിൾ ഫെർട്ടിലൈസേഷൻ കാരണമാണ്. കാസ്റ്റർ എക്സാമ്പിൾ എന്താണ്? കാസ്റ്റർ.
കാസ്റ്റർ എന്ന് പറയുന്നതിൽ എൻഡോസ്പേം ഫോം ചെയ്തിട്ടുള്ളത് ഇറ്റ് ഈസ് ആസ് എ റിസൾട്ട് ഓഫ് ഡബിൾ ഫെർട്ടിലൈസേഷൻ. ഡബിൾ ഫെർട്ടിലൈസേഷൻ്റെ റിസൾട്ട് ആയിട്ടാണ് മക്കളെ ഇവിടെ കാസ്റ്ററിൽ എൻഡോസ്പേം ഫോം ചെയ്തിട്ടുള്ളത്. സോ അതിനെ നമുക്ക് എന്ത് വിളിക്കാൻ പറ്റും? എൻഡോസ്പെർമിക് സീഡ് എന്ന് വിളിക്കാൻ പറ്റും. ദാറ്റ് മീൻസ് അതൊരു ഫുഡ് സ്റ്റോറിങ് ടിഷ്യൂ ആണ്. അതൊരു ഫുഡ് സ്റ്റോറിങ് ടിഷ്യൂ ആയതുകൊണ്ട് തന്നെ നമ്മൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? എൻഡോസ്പെർമിക് സീഡ് എന്ന് വിളിക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഇനി മറ്റ് എക്സാമ്പിൾസ് ആണ് ബീൻ, ഗ്രാം, പീ. ഇവിടെ എൻഡോസ്പെർം എന്ന് പറയുന്നത് മെച്യൂർ സീഡ്സിൽ കാണുന്നില്ല. ആക്ച്വലി എൻഡോസ്പെർം ആണ് റിസർവ് ഫുഡ് മെറ്റീരിയൽ സ്റ്റോർ ചെയ്യുന്നത്. സോ ഈ പറയുന്ന പീ, ബീൻ, ഗ്രാം ഇവരിൽ ഈ പറയുന്ന എൻഡോസ്പേം കാണുന്നില്ല മെച്യൂർ സീഡ്സിൽ. അതുകൊണ്ട് തന്നെ അവർ നോൺ എൻഡോസ്പേമിലാണ്. ദാറ്റ് മീൻസ് ജനറലി നിങ്ങൾ ഓർത്ത് വെക്കേണ്ട കാര്യമാണ് പറയുന്നത്. ജനറലി നമ്മളുടെ ഡൈക്കോട്സ് എന്ന് പറയുന്നത് എന്താണ്? നോൺ എൻഡോസ്പെർമിക് ആണ്. ഡൈക്കോട്ട് എന്താണ് മക്കളെ? നോൺ എൻഡോസ്പെർമിക് ആണ്. എക്സെപ്റ്റ് ഫോർ കാസ്റ്റർ. അതിൻ്റെ എക്സെപ്ഷനാണ് കാസ്റ്റർ. കാരണം കാസ്റ്റർ എന്ന് പറയുന്നത് എൻഡോസ്പെർമിക് ആണ്. കാസ്റ്റർ എന്ന് പറയുന്നത് എന്താണ്? എൻഡോസ്പെർമിക് ആണ്. ക്ലിയർ ആയോ? ഇത്രയും കാര്യങ്ങൾ ഓക്കെ ആണോ? ഓക്കെ അല്ലേ? ഇനി അങ്ങനെയാണെങ്കിൽ നമുക്ക് എക്സാമ്പിൾസും കൂടെ നോക്കാം. സി, ഒരു ഡൈക്കോട്ട് സീഡിൻ്റെ സ്ട്രക്ചറാണ് തന്നിട്ടുള്ളത്. ഞാൻ പറഞ്ഞു ഔട്ടർ മോസ്റ്റ് ആണ് സീഡ് ഔട്ടർ മോസ്റ്റ് ആണ് നമ്മുടെ സീഡ് കോട്ട്. പിന്നെ നമ്മൾക്കവിടെ പഠിക്കാനുള്ളത് ഒരു സ്കാറാണ്. ആ സ്കാറിലൂടെയാണ് നമ്മളുടെ ഫ്രൂട്ട് ആയിട്ടുള്ള അറ്റാച്ച്മെൻറ്റ് നടക്കുന്നത്, കണക്ഷൻ അവിടെയാണ് നടക്കുന്നത്. സോ അത് ഹൈലം. അതിന് തൊട്ട് മേലെയായിട്ട് നമുക്ക് എന്ത് കാണാൻ പറ്റും? മൈക്രോ പൈൽ കാണാൻ വേണ്ടിയിട്ട് പറ്റും. ഒരു സ്മോൾ പോർ കാണാം, അതാണ് മൈക്രോ പൈൽ എന്ന് പറയുന്നത്. ആൻഡ് അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് പറഞ്ഞു? ഒരു എംബ്രിയോ എടുത്തു, അതിന് 2 കോട്ടിലിഡൻ ഉണ്ടാകും, ഒരു പ്ലിമ്യൂൾ ഉണ്ടാകും, റാഡിക്കിൾ ഉണ്ടാകും. ക്ലിയർ? റാഡിക്കിൾ താഴെയല്ലേ ഉണ്ടാവുക, അപ്പോൾ താഴത്തത് റൂട്ട് താഴെയല്ലേ മക്കൾ ഉണ്ടാവുക. സോ അവിടെ ഉള്ളത് എന്തായിരിക്കും? റാഡിക്കിൾ ആയിരിക്കും. ആൻഡ് മേലോട്ടുള്ളത് എന്താണ്? ദിസ് ഇസ് പ്ലിമ്യൂൾ, ദിസ് ഇസ് ദ പ്ലിമ്യൂൾ, ദിസ് ഇസ് ദ റാഡിക്കിൾ. ക്ലിയർ ആയല്ലോ? ഓക്കെ അല്ലേ മക്കളെ? ആൻഡ് നൗ വി ഹാവ് ടു മൂവ് ഫോർ സ്ട്രക്ചർ ഓഫ് മോണോകോട്ടിലിഡനസ് സീഡ്. അപ്പോൾ മോണോകോട്ടിലിഡനസ് സീഡ് എന്ന് പറയുമ്പോൾ എന്താ അതിൻ്റെ പ്രത്യേകത? അവിടെ 4 കോട്ടിലിഡൻസ് ഉണ്ടാവോ? ഇല്ല, അവിടെ ഒരു സിംഗിൾ കോട്ടിലിഡൻ മാത്രമാണ് ഉണ്ടാവുക. ഒരു സിംഗിൾ കോട്ടിലിഡൻ മാത്രമാണ് മക്കളെ ഉണ്ടാവുക. ഞാൻ ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറഞ്ഞൊരു കാര്യമാണ്. ഡൈക്കോട്ട് സീഡ്സ് ആർ ജനറലി നോൺ എൻഡോസ്പെർമിക് ആണ് എക്സെപ്റ്റ് ഫോർ കാസ്റ്റർ. കാസ്റ്റർ ഇസ് എൻഡോസ്പെർമിക്. അതുപോലെ തന്നെ ഇവിടെ നിങ്ങൾ പഠിക്കേണ്ട ഒരു കാര്യം, മോണോകോട്ട് എന്ന് പറയുന്നത് ജനറലി എൻഡോസ്പെർമിക് ആണ്. ജനറലി എൻഡോസ്പെർമിക് ആണ് എക്സെപ്റ്റ് ഫോർ ഓർക്കിഡ്. ഓർക്കിഡ് ഒഴികെ. ഓർക്കിഡ് എന്താണ്? നോൺ എൻഡോസ്പെർമിക് ആണ്. ക്ലിയർ? So generally monocotyledonous seeds are endospermic. Generally monocot seeds എന്താണ്? endospermic ആണ്. But some as in orchids are non-endospermic. Orchidsൽ അതെന്താണ്? non-endospermic ആണ്. Clear ആയല്ലോ? In the seeds of cereals such as maize, the seed coat is membranous. Maize പോലുള്ള സീരിയൽസിൻ്റെ ഒക്കെ കേസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവരുടെ സീഡ് കോട്ട് എങ്ങനെയായിരിക്കും? മെംബ്രെയിനസ് ആയിരിക്കും. അവരുടെ സീഡ് കോട്ട് എന്ന് പറയുന്നത് മെംബ്രെയിനസ് ആയിരിക്കും. ആൻഡ് ജനറലി ഫ്യൂസ്ഡ് വിത്ത് ദ ഫ്രൂട്ട് വാൾ. ജനറലി ഫ്യൂസ്ഡ് വിത്ത് ദ ഫ്രൂട്ട് വാൾ. അത് ഫ്രൂട്ട് വാളുമായിട്ട് ഫ്യൂസ്ഡും ആയിരിക്കും. അത് ഫ്രൂട്ട് വാളുമായിട്ട് എങ്ങനെയായിരിക്കും മക്കളെ? ഫ്യൂസ്ഡ് കണ്ടീഷനിലായിരിക്കും കാണുന്നത്. എന്തിൻ്റെ? സീരിയൽസിൻ്റെ ഒക്കെ കേസിലുള്ള സീഡ് കോട്ട് എന്ന് പറയുന്നത് മെംബ്രെയിനസ് ആയിരിക്കും. അത് ഈ ഫ്രൂട്ട് വാളുമായിട്ട് ഫ്യൂസ്ഡ് ആയിരിക്കും. ആൻഡ് ദ എൻഡോസ്പെർം ഈസ് ബൾക്കി ആൻഡ് സ്റ്റോർസ് ഫുഡ്. ഞാൻ പറഞ്ഞു മോണോകോട്ട്സിൻ്റെ കേസിൽ ജനറലി എൻഡോസ്പെർമിക് ആണ് എക്സെപ്റ്റ് ഫോർ ഓർക്കിഡ്. ദാറ്റ് മീൻസ് ഇവർക്ക് എൻഡോസ്പെർമിക് ആണ്, ഫുഡ് റിസർവ്സ് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും, ബൾക്കി ആയിരിക്കും. ഔട്ടർ കവറിംഗ് ഓഫ് ദി എൻഡോസ്പെർം സെപ്പറേറ്റ്സ് എംബ്രിയോ ബൈ പ്രോട്ടീനസ് ലെയർ. എൻഡോസ്പെർമിൻ്റെ ഔട്ടർ ലെയർ ഇവരെ ഒരു പ്രോട്ടീനസ് ലെയറുമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? സെപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. അതിനെ വിളിക്കുന്ന പേരാണ് അല്യൂറോൺ ലെയർ. അതിനെ വിളിക്കുന്ന പേരാണ് എന്ത്? അല്യൂറോൺ ലെയർ. ഓക്കെ, എന്ത് ലെയറാണ് മക്കളെ? അല്യൂറോൺ ലെയർ. സി, ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ഇതാണ് നമ്മളുടെ മോണോകോട്ട് സീഡിൻ്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത്. ദിസ് ഈസ് ദ എൻഡോസ്പെർം ആൻഡ് ദിസ് ഈസ് ദ എംബ്രിയോ. ഓക്കെ, സി, ഇതാണ് നമ്മളുടെ സീഡ് കോട്ട് ആൻഡ് ഫ്രൂട്ട് വാൾ ഔട്ടർ ലെയർ. ദിസ് ഈസ് ദ ഔട്ടർ ലെയർ. ആൻഡ് ഈ ഒരു ഔട്ടർ ലെയറിനെയും ഈ പറയുന്ന ഫുഡ് റിസർവ് ആയിട്ടുള്ള എൻഡോസ്പെർമിനെയും കൂടെ സെപ്പറേറ്റ് ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞല്ലോ. ആ സെപ്പറേറ്റ് ചെയ്യുന്ന ലെയറാണ് മക്കളെ ഈ കാണുന്നത്.
ഇങ്ങനെ ലൈൻസ് വരച്ചിട്ടില്ല, ഞാനിപ്പോൾ ഈ ഷെയ്ഡ് ചെയ്യുന്നത് ബ്ലാക്ക് ഷെയ്ഡ് ചെയ്യുന്നത് ആ പറയുന്ന ഒരു ലെയറാണ്. ഈ നമ്മളുടെ ഔട്ടർ വാളിനെയും എൻഡോസ്പേമിനെയും തമ്മിൽ സെപ്പറേറ്റ് ചെയ്യുന്ന ലെയർ. ക്ലിയർ? ആ ഒരു ലെയറിനെ വിളിക്കുന്ന പേരാണ് അല്യൂറോൺ ലെയർ. ആ ഒരു ലെയറിനെ വിളിക്കുന്ന പേരാണ് അല്യൂറോൺ ലെയർ. ക്ലിയർ ആയോ മക്കളെ? ഓക്കെ ആണല്ലോ? സോ the embryo is small and situated in a groove at one end of the endosperm. ഈ ഒരു എൻഡോസ്പേമിൻ്റെ ഒരു എൻഡിലായിട്ടാണ് നമ്മളുടെ എന്ത് കാണുക? എംബ്രിയോ കാണുക. എംബ്രിയോ ഭയങ്കര ചെറുതാണ്. ആൻഡ് ഇറ്റ് ഈസ് സിറ്റുവേറ്റഡ് ഇൻ ദ ഗ്രൂവ് ഓഫ് one endosperm and it consists of one large and shield-shaped cotyledon known as scutellum. ഈ എംബ്രിയോയുടെ പ്രത്യേകത എന്ന് പറയുന്നത് മോണോകോട്ട് എംബ്രിയോയുടെ പ്രത്യേകതയാണ് ഒരു സിംഗിൾ ലാർജ് ഷീൽഡ് ഷേപ്ഡ് കോട്ട്ലിഡൻ ഉണ്ടാകും. ആ കോട്ട്ലിഡനെ വിളിക്കുന്ന പേരാണ് മക്കളെ സ്ക്യൂട്ടല്ലം എന്ന് പറയുന്നത്. മോണോകോട്ടിലെ കോട്ട്ലിഡനെ വിളിക്കുന്ന പേരാണ് സ്ക്യൂട്ടല്ലം. ക്ലിയർ ആണല്ലോ? ആൻഡ് അവർക്കൊരു ഷോർട്ട് ആക്സിസ് ഉണ്ടാകും. ആ ഷോർട്ട് ആക്സിസിൽ അവർക്കൊരു പ്ലിമ്യൂളും ഉണ്ടാകും, റാഡിക്കലും ഉണ്ടാകും. ഓക്കെ, കുട്ടികൾക്ക് മാറിപ്പോകാണ്ടിരിക്കാൻ ഞാൻ എപ്പോഴും പറയുന്നത് പോലെ പറഞ്ഞുതരാം. റാഡിക്കൽ റൂട്ട് താഴെയല്ലേ ഉണ്ടാവുക മക്കളെ? അപ്പോൾ റാഡിക്കലും താഴെയാണ് ഉണ്ടാവുക. ഈ ഒരു പിക്ചർ നോക്കിയാൽ ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് കത്തും. സോ ഇതിൽ റാഡിക്കലാണ് താഴെ, പ്ലിമ്യൂള് മേലെയാണ്. റാഡിക്കൽ റൂട്ടിൻ്റെ അടുത്താണ്, പ്ലിമ്യൂൾ എന്ന് പറയുന്നത് സ്റ്റെമ്മിൻ്റെ കാര്യമാണ് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആണല്ലോ? സി, the embryo is small and situated in a groove at one end of the endosperm. It consists of one large and shield-shaped cotyledon known as scutellum and short axis with a plumule and radicle. And a short axis with plumule and radicle. The plumule and radicle are enclosed in sheaths. ഈ പ്ലിമ്യൂളും റാഡിക്കലിലും ഒക്കെ ഒരു ഷീത്ത് വെച്ചിട്ട് എൻക്ലോസ് ചെയ്തിട്ടുണ്ട്. പ്ലിമ്യൂളിനെ എൻക്ലോസ് ചെയ്തിട്ടുള്ള ഷീത്തിനെ വിളിക്കുന്ന പേരാണ് മക്കളെ കോളിയോപ്റ്റൈൽ. എന്താണ്? കോളിയോപ്റ്റൈൽ. അതുപോലെ തന്നെ നമ്മളുടെ റാഡിക്കലിനെ എൻക്ലോസ് ചെയ്തിട്ടുള്ള ഷീത്തിനെ വിളിക്കുന്ന പേരാണ് കോളിയോറൈസ. കോളിയോറൈസ ഇമ്പോർട്ടൻ്റ് ആണ്. വീണ്ടും വീണ്ടും പറയാൻ ഈ ഒരു ഡയഗ്രാം, ഈ ലെയർ അതായത് നമ്മളുടെ ഔട്ടർ മോസ്റ്റ് വാൾ ലെയർ, സീഡ് കോട്ട് ലെയർ അല്ലെങ്കിൽ ഫ്രൂട്ട് വാളിനെയൊക്കെ നമ്മളുടെ എൻഡോസ്പേമിൽ നിന്നും സെപ്പറേറ്റ് ചെയ്യുന്നത് ആരാണ്? എല്യൂറോൺ ലെയർ ആണ്. ഇറ്റ് ഈസ് എ പ്രോട്ടീനസ് ലെയർ. ക്ലിയർ ആണല്ലോ? പിന്നെ സ്ക്യൂട്ടല്ലം, കോളിയോപ്റ്റൈൽ, പ്ലിമ്യൂൾ, റാഡിക്കൽ, കോളിയോറൈസ. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് എന്തിൽ പഠിക്കാനുള്ളത്? സീഡ് എന്ന് പറയുന്ന പോർഷനിൽ പഠിക്കാനുള്ളത്. ഇതോടുകൂടെ നമ്മൾ സ്റ്റെമ്മ് പഠിച്ചു, റൂട്ട് പഠിച്ചു, ഫ്ലവർ പഠിച്ചു, ഫ്രൂട്ട് പഠിച്ചു, സീഡ് പഠിച്ചു. ഇനി നമ്മൾക്ക് പഠിക്കാനുള്ളത് ഒരു ഫ്ലവറിംഗ് പ്ലാന്റിൻ്റെ ഫ്ലോറൽ ഫോമുലയാണ്. കുറേയൊക്കെ നമ്മൾ ഇതിൻ്റെ റെപ്രസെൻറ്റേഷൻ പഠിച്ചിട്ടുണ്ട്. ലൈക്ക് ആക്ടിനോമോർഫിക്, സൈഗോമോർഫിക് എന്നൊക്കെ ഞാൻ അവിടെ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. ഓർക്കുന്നുണ്ടോ? ബ്രാക്ടിയേറ്റിന് BR ആണ്. ആക്ടിനോമോർഫിക് ഇങ്ങനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുക, സൈഗോമോർഫിക് ഇങ്ങനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുക എന്നുള്ളതൊക്കെ ഞാൻ അവിടെ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. എത്ര പേര് ഓർത്ത് വെക്കുന്നുണ്ടെന്ന് അറിയില്ല. നമുക്ക് വീണ്ടും കുറച്ചും കൂടെ സിംബോളിക് റെപ്രസെൻറ്റേഷൻസ് പഠിക്കാനുണ്ട്. സോ അത് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ പഠിക്കാം. ആൻഡ് വി വിൽ മൂവ് ടു അവർ ലാസ്റ്റ് പോർഷൻ. അതെന്തായിരിക്കും? നമ്മളുടെ ഫ്ലോറൽ ഫോമുല. ഫ്ലോറൽ ഫോമുലയും കൂടെ പഠിച്ചു തീർന്നാൽ വി വിൽ ബി കംപ്ലീറ്റിംഗ് ആർ ചാപ്റ്റർ. ഈസി അല്ലേ മക്കളെ? പഠിക്കാൻ അത്ര ബുദ്ധിമുട്ടുള്ള ചാപ്റ്റർ ഒന്നല്ല. നിങ്ങൾ വേണമെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് പഠിക്കാൻ പറ്റുന്ന ഒരു ചാപ്റ്ററാണ്. കുറേ ഡയഗ്രാംസും എക്സാമ്പിൾസ് കുറേ പഠിക്കാനുണ്ട് ഇതിൽ. ഇഷ്ടം പോലെ എക്സാമ്പിൾസ് നമുക്ക് പഠിക്കാനുണ്ട് എന്നുള്ളൊരു പ്രശ്നം മാത്രമേ ഉള്ളൂ. അല്ലാത്തൊരു കുഴപ്പമില്ല. പക്ഷേ ആ എക്സാമ്പിൾസ് പഠിക്കാൻ നല്ല ഈസിയാണ്. ഞാൻ പറഞ്ഞു, നിങ്ങൾ നിങ്ങളുടെ ഡെയിലി ലൈഫിൽ കാണുന്ന കാര്യങ്ങൾ തന്നെയാണ് അവിടെ പറയുന്നത്. സോ അത് നിങ്ങൾ കമ്പയർ ചെയ്തിട്ട് പഠിക്കുക. അത് മനസ്സിൽ ആലോചിച്ചുണ്ടാക്കിയിട്ട് ഓരോന്നും എക്സാമ്പിൾസ് വെച്ചിട്ട് ഡിഫൈൻ ചെയ്യാൻ നോക്കുക. ക്ലിയർ ആണല്ലോ? സോ ഇത്രയാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ എടുക്കുന്നത്. നെക്സ്റ്റ് ക്ലാസ്സിൽ വരുമ്പോഴേക്കിനും ഇതുവരെ എടുത്ത കാര്യങ്ങളും അതിൻ്റെ എക്സാമ്പിൾസും അതിൻ്റെ ഡയഗ്രാംസും എല്ലാം പക്കയായിട്ട് പഠിച്ചിട്ട് വരണം. ഓക്കെ, നെക്സ്റ്റ് ക്ലാസ്സിൽ മിസ് ഇങ്ങനെ ഓരോ കാര്യങ്ങൾ പറയുമ്പം അവിടെ ഞാൻ അങ്ങനെ പറഞ്ഞില്ലായിരുന്നോ, ആ എക്സാമ്പിൾ ഇങ്ങനെ ഇല്ലായിരുന്നോ, ചൈന റോസ് ഏതൊക്കെ എക്സാമ്പിളിൽ വരുന്നുണ്ട്, ഏതൊക്കെ സിറ്റുവേഷനിലാണ് വരുന്നത് എന്നിങ്ങനെ ഓരോന്ന് ചോദിക്കുമ്പോൾ ടപ്പെന്ന് നിങ്ങൾക്ക് ഉത്തരം പറയാൻ കിട്ടണം. ഓക്കെ, പെട്ടെന്ന് നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റണം. അതാണ് ഇവിടുത്തെ നമ്മളുടെ മെയിൻ എയിം എന്ന് പറയുന്നത്. വിത്തിൻ സെക്കൻഡ്സ് വി ഹാവ് ടു കംപ്ലീറ്റ് അവർ ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻ. ഓക്കെ, ദാറ്റ് ഈസ് അവർ ടാർഗറ്റ്. വി ഹാവ് ടു കംപ്ലീറ്റ് ഇറ്റ് വിത്തിൻ സെക്കൻഡ്സ്. വി ഡോണ്ട് വാണ്ട് 1 minute. ഓക്കെ, ഇറ്റ് ഈസ് മച്ച് മോർ ദാൻ ഇനഫ് ഫോർ us. ആ ഒരു മൈൻഡിലോട്ട് നമ്മൾ എത്തണം, ആ ഒരു മെൻറ്റാലിറ്റിയിലോട്ട് നമ്മൾ എത്തണം. ക്ലിയർ അല്ലേ മക്കളെ? സോ അതിന് വേണ്ടിയിട്ട് എല്ലാവരും എൻ്റെ കൂടെ തന്നെ ഉണ്ടാവില്ലേ? സോ അണ്ടിൽ ദ നെക്സ്റ്റ് ക്ലാസ്, താങ്ക് യു.